തീവ്ര ചിന്താഗതിക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ചികിത്സാ ശാഖയിലെ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, അവരൊക്കെ ഹോമിയോപ്പതിനെ വിമർശിക്കുന്നത് ഹോമിയോപ്പതി എന്താണെന്ന് പോലും അറിയാണ്ടാണ്. ഹോമിയോ മരുന്ന് പതുക്കെയാണ് നമ്മുടെ ശരീരത്തിൽ ഏൽക്കുന്നതെന്ന് പറഞ്ഞു. അത് തന്നെ വളരെ തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. ഹോമിയോപ്പതിയിൽ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ്. ഇപ്പൊ അലർജി ഒരു 10 പേർക്ക് ഒരേപോലത്തെ അലർജി വന്നാൽ പോലും നമ്മൾ ആ 10 പേർക്ക് കൊടുക്കുന്ന 10 ഡിഫറെന്റ് മരുന്നുകളായിരിക്കും. അവരുടെ ദാഹം, വിശപ്പ്, ശോധന, വേർപ്പ്, അവരുടെ ശരീരഘടന, സ്വഭാവം, അങ്ങനെ എല്ലാം നമ്മൾ കണക്കിലെടുത്തിട്ടാണ് നമ്മൾ ഒരാൾക്ക് മരുന്ന് കൊടുക്കുക. ശാസ്ത്രം വളരുന്നതിനനുസരിച്ചിട്ട് ഹോമിയോപ്പതി പ്രൂവ് ചെയ്യാൻ ഉണ്ടാവുള്ളൂ. പിന്നെ ക്യാൻസറിന്റെ കാര്യത്തിൽ എന്ന് പറയുമ്പോൾ നമുക്ക് മരുന്നുകളുണ്ട്. ക്യാൻസറിന്റെ എല്ലാ സ്റ്റേജിലും ഇഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകൾ ഹോമിയോപ്പതിക്ക് അവൈലബിൾ ആണ്. ഏത് ഐബോപ്രൂഫിനും ഏത് മോഫിനും മാറ്റാൻ പറ്റാത്ത ക്യാൻസർ പെയിൻസിന് ഹോമിയോപ്പതിക് മെഡിസിൻസ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നുണ്ട്. അത് അനുഭവിക്കുന്ന എത്രയോ പേഷ്യൻസ് നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. ഈ സ്വയം ചികിത്സ നടത്തുന്ന ആൾക്കാരുണ്ട്. ആശുപത്രിയിലൊന്നും പോവാതെ അവർ തന്നെ സ്വന്തമായിട്ട് മരുന്നൊക്കെ കണ്ടുപിടിച്ച് വാങ്ങിച്ചു കഴിച്ച് അസുഖം ഭേദമാക്കുന്നത്. ഈ ഹോമിയോപ്പതിയിൽ നമുക്ക് അതിന് സാധിക്കുന്നതാണോ? ഹോമിയോപ്പതിയിൽ നിന്നല്ല, ഒരു ചികിത്സാ ശാഖയിലും അത് സാധിക്കുന്നതല്ല. ഡോക്ടർ ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ആധുനിക വൈദ്യശാസ്ത്രം ഇത്രയും വളർന്നിട്ടും ഈ ഹോമിയോ മരുന്നുകളോട് ഇന്നും ആൾക്കാർക്ക് ചെറിയൊരു പുച്ഛമാണ്. കാരണം ഇത് എത്ര കഴിച്ചാലും ഒരുപാട് നാൾ കഴിക്കണം, പെട്ടെന്ന് നമ്മുടെ അസുഖം ഭേദമാകില്ല എന്നുള്ളത്. സത്യത്തിൽ ഈ ഹോമിയോ മരുന്നുകൾ ഒരു വൈദ്യമാണോ അതോ കോടികളുടെ പ്ലാസിബോ ഇൻഡസ്ട്രി ആണോ എന്നുള്ളത് നമുക്കൊന്ന് തിരിച്ചറിയണം. ഇന്ന് എന്നോടൊപ്പം ഉള്ളതും ട്രീറ്റ്വെൽ ഹോമിയോ മെഡിക്കൽ സെന്റർ സിഇഒ ഡോക്ടർ അരവിന്ദ് കെ രാജാണ്. വെൽക്കം സർ. സർ, നമ്മുടെ ഈ ഹോമിയോ മരുന്നുകൾ കഴിക്കുമ്പോൾ നമുക്ക് വേറെ പാർശ്വഫലങ്ങളൊന്നും ഉണ്ടാകില്ല, എന്നാലും ഇതിനെ ചികിത്സ വൈകിപ്പിക്കുന്നു എന്നുള്ളൊരു വിമർശനമുണ്ട് ഏത് അസുഖത്തിനും. എന്താണ് ഇതിന്റെ ഒരു വാസ്തവം? നമ്മൾ ചികിത്സ വൈകിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് പറ്റാത്ത കേസുകൾ നമ്മൾ ഏറ്റെടുത്തിട്ട് ആ കേസ് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നു എന്നതാണ് അതിന്റെ അർത്ഥം, അല്ലെ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഹോമിയോ ഡോക്ടർ BHMS കോഴ്സ്, ഒരു 5.5 കൊല്ലമുള്ള BHMS കോഴ്സിൽ എല്ലാ കാര്യങ്ങളും, അതായത് ഒരു MBBS കോഴ്സ് പോലെ തന്നെ ഒരു MBBS ഡോക്ടർ പഠിക്കുന്ന അത്രയും തന്നെ എല്ലാ സബ്ജക്ട്സും, അനാട്ടമി, ഫിസിയോളജി, പ്രാക്ടീസ് ഓഫ് മെഡിസിൻ, സർജറി, ഗൈനക്കോളജി, പീഡിയാട്രിക്, CNT, അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പുതിയ സിലബസിൽ അലോപ്പതിക് ഫാർമക്കോളജി അടക്കം പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം പഠിച്ചിട്ടാണ് നമ്മൾ ഒരു പേഷ്യന്റിനെ നോക്കുന്നത് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പേഷ്യന്റ് വരുമ്പോൾ, നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ, ആ പേഷ്യന്റിന്റെ എല്ലാ പാരാമീറ്റേഴ്സും, അതായത് ടെസ്റ്റുകളായിക്കോട്ടെ, സ്കാനിങ്ങുകളായിക്കോട്ടെ, എക്സാമിനേഷൻസ് ആയിക്കോട്ടെ, അങ്ങനെ എല്ലാം നോക്കി നമുക്ക് ചികിത്സിക്കാൻ പറ്റും എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നമ്മൾ ആ പേഷ്യന്റിനെ ചികിത്സിക്കാൻ തുടങ്ങുന്നുള്ളൂ, അല്ലെ? അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ വേറെ ഹയർ സെന്റേഴ്സിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചികിത്സാ ശാഖയിലേക്കോ റെഫർ ചെയ്യണമെങ്കിൽ നമ്മളത് ചെയ്യുക തന്നെ ചെയ്യും, എല്ലാ ടെസ്റ്റുകളും നോക്കിയിട്ട്. അപ്പോൾ ഒരിക്കലും ചികിത്സ വൈകിപ്പിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് പറ്റുന്ന കേസുകളാണ് നമ്മൾ ചികിത്സിക്കുന്നത്. ആ ചികിത്സിക്കുന്ന കേസിൽ നമ്മൾ കംപ്ലീറ്റ്ലി കോൺഫിഡന്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ചികിത്സിക്കുന്നത്. അത് മാറുകയും ചെയ്യുന്നുണ്ട്, അല്ലെ? അപ്പോൾ അങ്ങനെ പിന്നെ വേറെ എന്തെങ്കിലും കേസുകൾ, അപ്പോൾ എന്തെങ്കിലും കേസ് ഏതെങ്കിലും ഒരു ഫേസിൽ ഒരു കോംപ്ലിക്കേറ്റഡ് ആണ് അല്ലെങ്കിൽ ഒരു റെഡ് ഫ്ലാഗ്സ് ആ പേഷ്യന്റ് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ ആ പേഷ്യന്റ് ഹയർ സെന്റേഴ്സിലേക്ക് റെഫർ ചെയ്യും. ഇപ്പൊ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്കൊരു പനിയോ ജലദോഷമോ അങ്ങനെ എന്തെങ്കിലും വന്നു, നമ്മൾ ഏറ്റവും ആദ്യം പോകുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്കല്ല, നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ആയിരിക്കും, അല്ലെ? അപ്പോൾ ഒരു 2-3 ദിവസം അവിടെ ചികിത്സിച്ച് കഴിഞ്ഞിട്ട് അവിടെ ആന്റിബയോട്ടിക്സിനോട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല, അവരുടെ ചികിത്സയോട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന് അവിടുത്തെ ഡോക്ടേഴ്സ് കാണുമ്പോൾ നിങ്ങളെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യും, അല്ലെ? അപ്പോൾ ആദ്യത്തെ ആ 3 ദിവസം ചികിത്സ വൈകിപ്പിക്കലല്ലോ ആ ഡോക്ടർ ചെയ്യുന്നത്, അല്ലെ? ചികിത്സ വൈകിപ്പിക്കലല്ല ചെയ്യുന്നത്. അവിടെ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്ന് തോന്നിയിട്ട് തന്നെയാണ് അവിടെ ആ ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് ആന്റിബയോട്ടിക്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചികിത്സ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് പറ്റില്ല എന്ന് മനസ്സിലാകുന്ന ഏറ്റവും ആദ്യ നിമിഷം തന്നെ അവർ റെഫർ ചെയ്യും. അതുപോലെ തന്നെയാണ് എല്ലാ ഡോക്ടേഴ്സും, ഹോമിയോ ഡോക്ടേഴ്സ് മാത്രമല്ല എല്ലാ ഡോക്ടേഴ്സും അങ്ങനെ തന്നെയാണ്. നമുക്ക് പറ്റുന്ന കേസാണെങ്കിൽ നമ്മൾ ട്രീറ്റ് ചെയ്യും, മാറ്റും. അതല്ലെങ്കിൽ നമ്മൾ ഹയർ സെന്റേഴ്സിലേക്ക് റെഫർ ചെയ്യും. അതൊരിക്കലും ചികിത്സ വൈകിപ്പിക്കലല്ല, മനസ്സിലായി? ഇപ്പൊ നമ്മൾക്ക് അലർജി എല്ലാവർക്കും ഉള്ള ഒരു രോഗമാണ്. ഈ അലോപ്പതിയിലെ അലർജിയും നമ്മുടെ ഹോമിയോപ്പതിയിലെ അലർജിയും എങ്ങനെ നമുക്ക് നിർവചിക്കാൻ സാധിക്കും? അലർജി ഹോമിയോപ്പതിയിലും അലോപ്പതിയിലാണെങ്കിലും സെയിം അലർജി തന്നെയാണ്. ഇപ്പൊ ഞാൻ നിത്യ എന്ന് വിളിക്കുന്നു, നിത്യ പുറത്തിറങ്ങിയാൽ വേറെ ആരെങ്കിലും നിത്യ തന്നെ വിളിക്കുക. അതുപോലെ തന്നെയാണ് അലർജി. അതിന്റെ ബേസിക് പാത്തോളജി എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. അതിപ്പോ അതിന്റെ ട്രീറ്റ്മെന്റ് മാത്രമാണ് മാറുന്നത്. ഇപ്പോൾ മോഡേൺ മെഡിസിനിൽ ഒരു ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് ആയിരിക്കും, പക്ഷെ ഹോമിയോപ്പതിയിൽ അതിന്റെ റൂട്ട് കോസ് കണ്ടെത്തിയിട്ട് നമുക്ക് ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ
ട്രീറ്റ്മെന്റ് രീതി മാത്രമാണ് മാറുന്നത്. അതിന്റെ പത്തോളജി ആയിക്കോട്ടെ, അതിന്റെ അണ്ടർസ്റ്റാൻഡിങ് ആയിക്കോട്ടെ, അത് നമ്മളിപ്പോൾ ഒരു ടെസ്റ്റ്, ഇപ്പോൾ IgE അല്ലെങ്കിൽ ഇസ്നോഫിൽസ് കൗണ്ട് അല്ലെങ്കിൽ സ്കിൻ പ്രിക് ടെസ്റ്റ്, അങ്ങനത്തെ പല ടെസ്റ്റുകൾ നമ്മൾ ടെസ്റ്റുകൾക്ക് വിടുന്നതാണെങ്കിലും എല്ലാം സെയിം തന്നെയാണ്. അല്ലാണ്ട് ഇപ്പോൾ അലോപ്പതിയിൽ ഒരു അലർജി അല്ലെങ്കിൽ ഹോമിയോപ്പതിയിൽ വേറെ അലർജി എന്നൊന്നും നമ്മൾ നിർവചിക്കുന്നില്ല. എല്ലാം സെയിം തന്നെയാണ്. അസുഖം രണ്ടും സെയിം തന്നെയാണ്, ട്രീറ്റ്മെന്റ് മാത്രമാണ് മാറുന്നത്. ഈ പാരമ്പര്യമായിട്ട് വരുന്ന നമ്മുടെ അലർജി പ്രശ്നങ്ങളുണ്ട്. ഈ സ്ഥിരമായി നമ്മൾ ഈ ഹോമിയോ മരുന്നുകൾ കഴിക്കുമ്പോൾ നമുക്കത് മാറ്റാൻ സാധിക്കുന്നതാണോ? ഓക്കെ, പാരമ്പര്യമായിട്ടും അല്ലാതെയോ വരുന്ന അലർജികൾ നമ്മൾ ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ, കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഭേദമാക്കാൻ സാധിക്കുന്നത് തന്നെയാണ്. പിന്നെ ഈ അലർജിയുടെ കാര്യത്തിൽ കുറച്ചും കൂടെ പാരമ്പര്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു അച്ഛനോ അമ്മയ്ക്കോ നല്ല രീതിയിൽ അലർജി ഉണ്ടെങ്കിൽ അത് കുട്ടികൾക്ക്, അവരുടെ കുട്ടികൾക്ക് ഭാവിയിൽ വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് വരും എന്ന് വിചാരിച്ച് നമുക്കൊരു ട്രീറ്റ്മെന്റ് എടുത്തിട്ട് ആ വരുന്ന അലർജി നമുക്ക് തടയാനൊന്നും പറ്റില്ല. അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ഒന്നുമില്ല, അത് എവിടെ ഇല്ല. പക്ഷെ നമുക്ക് അവർക്ക് വന്നു കഴിഞ്ഞാൽ, ആ കുട്ടികൾക്ക് പാരമ്പര്യമായിട്ട് അലർജി വന്നു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഹോമിയോപ്പതിക് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നത്. അത് പാരമ്പര്യം ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ, നമുക്ക് ഈ അലർജിയൊക്കെ കംപ്ലീറ്റ്ലി മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു രോഗമാണ്. നമ്മൾ ഈ ഹോമിയോ മരുന്നുകൾ കഴിക്കുമ്പം പറയാറുണ്ട് ഇമ്മ്യൂണിറ്റി കൂടും ഇല്ലെങ്കിൽ കുറയുമെന്ന്. കാരണം സ്ഥിരമായി നമ്മൾ മരുന്നുകൾ കഴിക്കുമ്പം നമ്മുടെ ഈ രോഗപ്രതിരോധ ശേഷിയെ ഈ ഹോമിയോ മരുന്നുകൾ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? ഈ ഇമ്മ്യൂണിറ്റിയുടെ കാര്യം പറയുമ്പോൾ കൂടുതൽ നമ്മൾ കുട്ടികളിലാണ് ഇമ്മ്യൂണിറ്റി കുറവ് കാണുന്നത്. കാരണം അവർക്ക് സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ജലദോഷം വരിക, പനി വരിക, ചുമ വരിക, ഓരോ മാസവും 2-3 പ്രാവശ്യം വരിക. അതുപോലെ അവരുടെ അടുത്തിരിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു പനി വരുമ്പോഴത്തേക്കും അവർക്ക് പെട്ടെന്ന് കിട്ടുക. അത് അവരുടെ രോഗപ്രതിരോധ ശേഷി കുറവാവണത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനത്തെ കുട്ടികളാണ് കൂടുതലും ഹോമിയോപ്പതിയിൽ വരുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ അവരുടെ രോഗപ്രതിരോധ ശേഷി, ഇമ്മ്യൂണിറ്റി വർദ്ധിക്കുകയും അവർക്ക് പിന്നെ റിക്കറന്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് കുറയുകയും അവർ കുറച്ചും കൂടെ നല്ല സ്റ്റേബിൾ ആയിട്ട് ഇരിക്കുകയും ചെയ്യുന്നു. എന്ന് വെച്ച് ഹോമിയോ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഒരു അസുഖവും വരില്ല എന്നല്ല അതിന്റെ അർത്ഥം. പക്ഷെ അവരുടെ ഇമ്മ്യൂണിറ്റി കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവുകയും അവരുടെ, എനിക്ക് മനസ്സിലായിട്ടുള്ളത് അവരുടെ സർക്കുലേറ്റിംഗ് ആന്റിബോഡീസ്, അതായത് നമ്മൾ ഹോമിയോ മരുന്ന് ബാക്കിയുള്ള മോഡേൺ മെഡിസിനിലെ ആന്റിബയോട്ടിക്സിന് പോലെയല്ല നമ്മുടെ ഹോമിയോ മരുന്ന് വർക്ക് ചെയ്യുന്നത്. ഹോമിയോ മരുന്ന് അവരുടെ ഇമ്മ്യൂണിറ്റീനെ കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആക്കിയിട്ട് അവരുടെ ബോഡിയാണ് ആ ഇൻഫെക്ഷനെ ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ കുറച്ചും കൂടെ സർക്കുലേറ്റിംഗ് ആന്റിബോഡീസ് അവരുടെ ശരീരത്തിൽ കൂടുതലാവുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവർക്ക് പിന്നെ റിക്കറന്റ് ആയിട്ടുള്ള സെയിം ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ സമാനമായിട്ടുള്ള ഇൻഫെക്ഷൻസോ വരാതിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ അവർക്ക് ഇമ്മ്യൂണിറ്റി കുറച്ച് കൂടുകയും കുറച്ചും കൂടി സ്റ്റേബിൾ ആയിട്ടിരിക്കുകയും, ഈവൺ അവരുടെ ക്ലാസ്സിൽ ബാക്കി എല്ലാവർക്കും, ഒരു കുട്ടികൾക്കൊക്കെ ഒരു പരിധി വരെ അസുഖം വന്നാലും ഈ കുട്ടിക്ക് മുന്നേ ഇടയ്ക്കിടയ്ക്ക് അസുഖം വന്നുകൊണ്ടിരുന്ന കുട്ടിക്ക് കുറച്ചും കൂടി സ്റ്റേബിൾ ആയിട്ട് നല്ല രീതിയിൽ അതിനോടൊക്കെ കോപ്പപ്പ് ചെയ്ത് വരാൻ സാധിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഈ ഹോമിയോപ്പതിക് മരുന്ന് കഴിക്കുമ്പോൾ ഇമ്മ്യൂണിറ്റി കുറച്ചും കൂടെ വർദ്ധിക്കുന്നതായിട്ടാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഈ ഹോമിയോപ്പതി മെഡിസിൻസ് നമുക്ക് വൈകിയാണ് ശരീരത്ത് ഏൽക്കുന്നത് എന്നുള്ളത് സത്യമാണ്. നമുക്ക് ഈ അത്യാവശ്യ ഘട്ടത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ഈ അലർജിക് പ്രോബ്ലംസ്, ഫുഡ് കഴിച്ചിട്ടുണ്ടാകുന്നത്, എന്തെങ്കിലും പ്രാണികൾ നമുക്ക് കടിച്ചിട്ടുണ്ടാകുന്നത്, ഇങ്ങനെയുള്ളതിന് എന്തെങ്കിലും പെട്ടെന്നുള്ള പ്രതിരോധ മരുന്നുകൾ ഈ ഹോമിയോയിൽ വന്നാൽ നമുക്ക് കിട്ടാൻ സാധിക്കുന്നതാണോ? ഒന്നാമത്തെ കാര്യം, ഹോമിയോ മരുന്ന് പതുക്കെയാണ് നമ്മുടെ ശരീരത്തിൽ ഏൽക്കുന്നതെന്ന് പറഞ്ഞു. അത് തന്നെ വളരെ തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ ഒരു സംശയം ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. ഒരു അലർജി ട്രീറ്റ്മെന്റ് ഒരാൾ അലർജിക്ക് വേണ്ടി ഒരു മോഡേൺ മെഡിസിനോ ഏതോ ചികിത്സാ ശാഖ ആയിക്കോട്ടെ അവിടെ പോയി ഏകദേശം എത്ര കാലം മരുന്ന് കഴിക്കേണ്ടി വരും ഒന്ന് പറയുകയാണെങ്കിൽ? നിത്യക്ക് അറിയായിരിക്കുമല്ലോ, ഏകദേശം നമുക്കൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവുമല്ലോ. ഏകദേശം എത്ര കാലം മരുന്ന് കഴിക്കേണ്ടി വരും? എന്നാലും പൂർണ്ണമായിട്ട് ഭേദമാവില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. ആ സിംറ്റംസ് ഒക്കെ ഒന്ന് സബ്സൈഡ് ചെയ്യാൻ എത്ര കാലം മരുന്ന് കഴിക്കേണ്ടി വരും? കുറെ നാൾ കഴിക്കണം, പെട്ടെന്ന് മാറില്ലല്ലോ. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ ഹോമിയോപ്പതിയിൽ കഴിക്കുമ്പോഴും, അതുപോലെ തന്നെയാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ അതുപോലെ തന്നെ ഹോമിയോപ്പതി മരുന്ന് കഴിക്കുമ്പോഴും അത് കുറയാൻ ഒരു നിശ്ചിത സമയം. കാരണം അലർജി എന്നൊക്കെ പറയുമ്പോൾ പനി, ചുമ, ജലദോഷം പോലെയല്ല. ഈ പനിക്കും ചുമക്കും ജലദോഷം, അതായത് അക്യൂട്ട് ഡിസീസസ് എന്ന് പറയും നമ്മൾ. പനി, ചുമ, ജലദോഷം, അത് പെട്ടെന്ന് വരുന്ന അസുഖങ്ങൾ. ആ അസുഖങ്ങൾക്ക് ഹോമിയോപ്പതി മരുന്ന് കൊടുത്താൽ വിത്തിൻ മിനിറ്റ്സ് അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ നമുക്ക് അതിന്റെ റിസൾട്ട് കാണാൻ പറ്റും. അത് അക്യൂട്ട് ഡിസീസ് ആയതുകൊണ്ട്. പക്ഷെ അലർജി അങ്ങനെയല്ല, ക്രോണിക് ഡിസീസാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ കുറച്ചും കൂടി ഡീപ്പായിട്ട് കിടക്കുന്ന അസുഖമാണ്. കുറെ കാലങ്ങളെടുത്ത് പുറത്തേക്ക് വരുന്നതും അല്ലെങ്കിൽ കുറെ കാലങ്ങളെടുത്ത് മാറുന്നതും ആയിട്ടുള്ള ഒരു അസുഖമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മരുന്ന് കൊടുക്കുമ്പോൾ അതിന്റെ ആക്ഷൻ ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു മാസം കൊണ്ട് നമുക്ക് നല്ലൊരു റിസൾട്ട് നമുക്ക് ഏതൊരു അലർജി കേസിനാണെങ്കിലും നമുക്ക് കൊടുക്കാൻ സാധിക്കും. പിന്നെ അതിന്റെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് ഉണ്ടാവുന്ന എമർജൻസി സിറ്റുവേഷൻസ്,
അത് കൂടുതലും നമ്മൾ ഡ്രഗ് അലർജീസ് അല്ലെങ്കിൽ ഫുഡ് അലർജീസ് അല്ലെങ്കിൽ ഇപ്പൊ ആസ്മയുടെ തന്നെ സിവിയർ റെസ്പിറേറ്ററി ഡിസ്ട്രസ്സിലേക്കൊക്കെ പോയി കഴിഞ്ഞാലുള്ള ഒരു സിനാരിയോ ആണ് ഇപ്പൊ നിത്യ ചോദിച്ചത്. ഇപ്പൊ ചെറിയ ഫുഡ് അലർജീസ് ഒക്കെ ആണെങ്കിൽ, അതായത് ഇപ്പൊ ചുണ്ടൊക്കെ വന്ന് തടിച്ചു തീർത്ത് നാക്ക് ചൊറിയ അല്ലെങ്കിൽ ഭക്ഷണം ഇറക്കാൻ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ഹോമിയോപ്പത്തിക് മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ ആസ്മയാണെങ്കിലും അതെ, നമുക്ക് ഹോമിയോപ്പത്തിക് മെഡിസിൻ ചെറിയ രീതിയിലുള്ള, ഇപ്പൊ ഈവൻ റെസ്പിറേറ്ററി ഡിസ്ട്രസ്സിലേക്കൊന്നും പോയിട്ടില്ല, അല്ലെങ്കിൽ സ്റ്റാറ്റസ് ആസ്മാറ്റിക്കസ് എന്നൊക്കെ പറയും, അതിന്റെ ഒരു വളരെ സിവിയർ ഫോം, അതിലേക്കൊന്നും പോയിട്ടില്ലെങ്കിൽ നമുക്ക് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ബാക്ക് ടു നോർമൽ ആക്കാൻ നമുക്ക് സാധിക്കും, പെട്ടെന്ന് തന്നെ സാധിക്കും. അതല്ല, ഇതിന്റെ ഒക്കെ ഒരു സിവിയർ ഫോം ഉണ്ട്. ഇപ്പൊ ഫുഡ് അലർജി അല്ലെങ്കിൽ ഡ്രഗ് അലർജിയുടെ ഒക്കെ വളരെ സിവിയർ ആയിട്ടുള്ള ഒരു ഫോം ഉണ്ട്. ചോദിച്ച രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സിവിയർ ആയിട്ടുള്ള അലർജി, അതായത് പെട്ടെന്ന് ഉണ്ടാവുന്ന അക്യൂട്ട് ആയിട്ടുള്ള അലർജിക്ക് അറ്റാക്സ് വന്നു കഴിഞ്ഞാൽ ഹോമിയോപ്പതി ഫലപ്രദമാണോ എന്നുള്ളത്. പെട്ടെന്ന് ഉണ്ടാവുന്ന അലർജി, അതായത് ഈ ഫുഡ് അലർജീസ്, ഡ്രഗ് അലർജീസ്, അതുപോലെ ആസ്മയുടെ ഒക്കെ സിവിയർ ഫോം, അതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിലൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മൈൽഡർ ഫോമിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഹോമിയോപ്പത്തിക് മെഡിസിൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും റിക്കവർ ചെയ്ത് ബാക്ക് ടു നോർമൽ ചെയ്യാൻ പറ്റും. പക്ഷെ വളരെ സിവിയർ ആയിട്ടുള്ള, ഇപ്പൊ മിക്സഡിമ എന്നൊക്കെ പറയും, കംപ്ലീറ്റ്ലി കണ്ണൊക്കെ വീർത്ത് ചുണ്ടൊക്കെ വീർത്ത് ശ്വാസം കഴിക്കാൻ പറ്റാണ്ട് വന്ന്, അല്ലെങ്കിൽ സ്റ്റാറ്റസ് ആസ്മാറ്റിക്കസ് എന്നൊക്കെ പറയും, തീരെ ശ്വാസം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇമ്മീഡിയറ്റ് ഹോസ്പിറ്റലൈസേഷൻ റിക്വയർഡ് ആണ്. എന്തായാലും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലൈസ്ഡ് ചെയ്യണം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുന്ന രോഗികളിൽ ഇങ്ങനത്തെ പെട്ടെന്ന് ഉണ്ടാവുന്ന അക്യൂട്ട് അറ്റാക്സ് വളരെ കുറവാണ്. അതിന്റെ ഈവൻ വന്നാൽ പോലും അതിന്റെ സിവിയറിറ്റി വളരെ വളരെ കുറവായിട്ടാണ് വരാറ്. അപ്പൊ അവർക്ക് അതിന്റെ ആവശ്യം വരാറില്ല. എന്നാലും അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, നമ്മൾ അറിയാണ്ട്, ഇപ്പൊ ഒരു ഡ്രഗ് അലർജി എന്നൊക്കെ പറഞ്ഞാൽ വളരെ സിവിയർ ആയിട്ടാണ് അത് റിയാക്ട് ചെയ്യുക. ഈവൻ അവരൊരു സ്കിൻ ഒക്കെ പ്രിക്ക് ചെയ്ത് ആദ്യം ടെസ്റ്റ് നോക്കി, അലർജിക് ടെസ്റ്റ് ഒക്കെ നോക്കിയിട്ടാണ് പല ആന്റിബയോട്ടിക്സുകളും ഹോസ്പിറ്റൽസിനൊക്കെ ആണെങ്കിലും കൊടുക്കുന്നത്. ഈവൻ നമ്മൾ അറിയാണ്ട് അങ്ങനെ നമ്മൾ ഇൻടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ പാരസെറ്റമോൾ അങ്ങനെ എന്തെങ്കിലും ഡ്രഗ് നമ്മൾ അറിയാണ്ട് ഇൻടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, പെട്ടെന്ന് ഒരു സിവിയർ ഇൻഫെക്ഷൻ ഉണ്ടായി, അലർജിക് റിയാക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇമ്മീഡിയറ്റ് ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വരും. ആ സമയത്ത് നമ്മൾ ഒരിക്കലും ഹോമിയോപ്പതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കരുതെന്നാണ് ഞാനാണെങ്കിലും എന്റെ പേഷ്യൻസിനോട് പറയാം. അത് കഴിഞ്ഞിട്ട് അവരൊന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ പിന്നെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ്, നമ്മുടെ ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ സാധാരണ ഈ അലോപ്പതി മെഡിസിൻസ്, ഈ ആന്റിബയോട്ടിക്സ് പോലുള്ള മെഡിസിൻസ് നമുക്കറിയാം, നമ്മുടെ അസുഖം പൂർണ്ണമായിട്ട് മാറുകയല്ല, അവൻ അടിച്ചമർത്തുകയാണ്. തൽക്കാലത്തേക്ക് നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെ എല്ലാം ഉണ്ട്, അടിച്ചമർത്തലാണ്. നമ്മുടെ ഈ ഹോമിയോ മരുന്നുകളും അങ്ങനെ ഒരു അടിച്ചമർത്തലാണോ, അതോ ഒരു പൂർണ്ണമായി നമ്മുടെ ശരീരത്തിൽ അത് എഫക്റ്റ് ചെയ്ത് മാറുന്നതാണോ? ഹോമിയോപ്പതിയിൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഹോമിയോപ്പതിയിൽ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ്. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ അലർജി, ഒരു 10 പേർക്ക് ഒരേപോലത്തെ അലർജി വന്നാൽ പോലും നമ്മൾ ആ 10 പേർക്കും കൊടുക്കുന്ന 10 ഡിഫറെന്റ് മരുന്നുകളായിരിക്കും. അവരുടെ ദാഹം, വിശപ്പ്, ശോധന, വേർപ്പ്, അവരുടെ ശരീരഘടന, സ്വഭാവം, അങ്ങനെ എല്ലാം നമ്മൾ കണക്കിലെടുത്തിട്ടാണ് നമ്മൾ ഒരാൾക്ക് മരുന്ന് കൊടുക്കുക. അപ്പൊ നമ്മൾ ആ ബോഡി കംപ്ലീറ്റ്ലി കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ മരുന്ന് കൊടുക്കുന്നത്. അപ്പോൾ ആ അലർജിയുടെ റൂട്ട് കോസിനെയാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്, അല്ലാണ്ട് സിംറ്റത്തിനെ മാത്രമല്ല. അതായത് നമ്മൾ കുറച്ചു കാലം മരുന്ന് കൊടുക്കുമ്പോൾ, അലർജി ഒരു 4-5 മാസം അല്ലെങ്കിൽ 5-6 മാസം മരുന്ന് കൊടുത്ത് ആ അലർജി കംപ്ലീറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മൾ ആ മരുന്ന് നിർത്തുന്നുണ്ട്. അപ്പോൾ നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ അലർജി തിരിച്ചു വരുന്നില്ല. വല്ലാണ്ട് ഇപ്പോൾ കുറെ കാലം കഴിഞ്ഞിട്ട് എന്തെങ്കിലും എന്തിനോടാണോ അലർജി അത് വല്ലാണ്ട് അവര് അതിൽ ഇൻടേക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതിനായിട്ട് കോൺടാക്ട് വന്നു കഴിഞ്ഞാൽ ചെറിയ രീതിയിലൊക്കെ അത് പുറത്തേക്ക് വരാമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒരിക്കലും വരില്ല എന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. പക്ഷെ എന്നാലും അതിന്റെ ഫ്രീക്വൻസി ഓൾമോസ്റ്റ് 100% എടുക്കുകയാണെങ്കിൽ അതിന്റെ 1%-ഓ 2%-ഓ ആയിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നുണ്ട്, കംപ്ലീറ്റ്ലി മാറ്റിയെടുക്കാൻ തന്നെ നമുക്ക് പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് മാത്രമേ അങ്ങനെ കംപ്ലീറ്റ്ലി മാറ്റിയെടുക്കാൻ പറ്റുന്നുള്ളൂ. അല്ലാണ്ട് നമ്മളിപ്പോൾ ഒരു ഹോമിയോ മരുന്ന് കഴിച്ചു, ഇന്ന് മരുന്ന് കഴിച്ചു, ഇന്ന് കുറഞ്ഞു, നാളെ വീണ്ടും കൂടി, നാളെ പിന്നെ മരുന്ന് കഴിച്ചു, വീണ്ടും കുറഞ്ഞു, മറ്റന്നാൾ പിന്നെയും കൂടി, അങ്ങനെയല്ല ഹോമിയോപ്പതിക് ട്രീറ്റ്മെന്റിൽ ഉള്ള പേഷ്യൻസ്. ഇപ്പോൾ നമ്മുടെ പേഷ്യൻസിനാണെങ്കിലും അറിയാം, ഇപ്പോൾ അതിന്റെ ഇപ്പം എല്ലാ ദിവസവും തുമ്മിക്കൊണ്ടിരിക്കുന്ന ആള് ആദ്യം ചിലപ്പോൾ 2-3 ദിവസം കൂടുമ്പോൾ ഒരിക്കലും തുമ്മാൻ തുടങ്ങും നമ്മുടെ മരുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഒരു 10 തുമ്മൽ ഒരു ദിവസം തുമ്മിക്കൊണ്ടിരിക്കുന്ന ആള് ചിലപ്പോൾ ഒരു 4 തുമ്മലായിട്ട് കുറയും, 5 തുമ്മലായിട്ട് കുറയും, അങ്ങനെ 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 പതുക്കെ കുറഞ്ഞ് അത് ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ഒറ്റയടിക്ക് ആ സിംറ്റംസ് മൊത്തം ഇല്ലാണ്ടായി, ആള് കംപ്ലീറ്റ്ലി ഓക്കെ ആയി, പിന്നെ 2ാമത്തെ ദിവസം മരുന്ന് കഴിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെയും പഴയ പോലെ ആയി. അങ്ങനത്തെ ഒരു ഗ്രാഫ് അല്ല ഹോമിയോപ്പതിയിൽ വരുന്നത്. ഓക്കെ, ഹോമിയോപ്പതി റൂട്ട് കോസിനെ കണ്ടുപിടിച്ച് അത് കംപ്ലീറ്റ്ലി നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നത് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ കാണാറുണ്ട് ഈ ഹോമിയോ മരുന്നുകളൊക്കെ ഈ പേപ്പറിൽ പൊറിഞ്ഞു തരുന്നത്, പണ്ട് തൊട്ടേ കാണാറുള്ളതാണ്. ഇത് എത്രമാത്രം സുരക്ഷിതമാണ്? കാരണം നമ്മുടെ ഈ സൂര്യപ്രകാശം, ഫോണിന്റെ റേഡിയേഷൻ, മറ്റു മണമുള്ള വസ്തുക്കൾ എടുത്ത് നമ്മുടെ ഈ മരുന്നുകൾ കൊണ്ടുവെക്കുമ്പം
അതിന് എന്തെങ്കിലും ഒരു ആക്ട് നടക്കാറുണ്ടോ? നമുക്കത് സുരക്ഷിതമാണോ ഉള്ളിൽ കഴിക്കാനുള്ളത്? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു പേപ്പറിലല്ല പൊതിഞ്ഞു തരുന്നത്, ബട്ടർ പേപ്പറിലാണ് സാധാരണ പൊടി ഷുഗർ ഓഫ് മിൽക്കിൽ മെഡിക്കേറ്റ് ചെയ്തിട്ട് പൊതിഞ്ഞു തരുന്നത്. കാരണം അത് പുതിയൊരു ഇത്, കാരണം അധികം ആർക്കും സാധാരണക്കാർക്കാർക്കും അത് പെട്ടെന്ന് അറിയത്തില്ല. എല്ലാവർക്കും ബട്ടർ പേപ്പറിലാണ്, ബട്ടർ പേപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടർ പേപ്പറിലാണ് അത് പൊതിഞ്ഞു തരുന്നത്. അത് നമ്മുടെ മരുന്നിനായിട്ട് ഒരു റിയാക്ഷനും ഉണ്ടാക്കുന്നില്ല. കാരണം അത് ലിക്വിഡ് ആണെങ്കിലും അത് ഷുഗർ ഓഫ് മിൽക്കിൽ അത് ടച്ച് ചെയ്യുന്ന ആ സമയം തന്നെ അത് ഡ്രൈ ആവും. അല്ലാണ്ട് അത് വെറ്റായിട്ടോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു ലിക്വിഡ് ഫോമിലല്ല അത് പിന്നെ ഉണ്ടാവുക. അപ്പൊ അത് ഈ ബട്ടർ പേപ്പറായിട്ട് വലിയ ഒരു റിയാക്ഷൻസും വരുന്നില്ല. അത് സുരക്ഷിതം തന്നെയാണ്. പിന്നെ നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റിലോ അല്ലെങ്കിൽ റെഫ്രിജറേറ്ററിലോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. റെഫ്രിജറേറ്ററിൽ വെക്കേണ്ട ആവശ്യമില്ല. കാര്യം നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ ഹോമിയോപതിക് മെഡിസിൻസ് ആക്റ്റീവ് ആണ്. അത് കാരണം അത് റെഫ്രിജറേറ്ററിൽ വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ സൂര്യപ്രകാശത്തിന്റെയും ഫ്രിഡ്ജിൽ വെക്കുന്ന കാര്യമൊക്കെ പറഞ്ഞത്, സൂര്യപ്രകാശം ഡയറക്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മരുന്ന് ഡിഗ്രേഡ് ചെയ്യാനും അല്ലെങ്കിൽ അത് മോയ്സ്ചർ കണ്ടന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഈ നമ്മുടെ ഗ്ലോബ്യൂൾസ് ഉണ്ടല്ലോ, നമ്മുടെ ഷുഗർ പിൽസ് ആണ് അതിലുണ്ടാവുക. അതിലേക്കാണ് നമ്മൾ മെഡിക്കേറ്റ് ചെയ്യുന്നത്. അത് മോയ്സ്ചർ അബ്സോർബ് ചെയ്യാനും അത് പെട്ടെന്ന് കട്ടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പുറത്ത് തുറന്നു വെക്കരുത്, എപ്പോഴും എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെക്കണം, സൂര്യപ്രകാശം അടിക്കരുത്. പിന്നെ അതുപോലെ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യം വരുന്നില്ല. കാര്യം റൂം ടെമ്പറേച്ചറിൽ തന്നെ നമ്മുടെ ഹോമിയോപതിക് മെഡിസിൻസ് ആക്റ്റീവ് ആണ്. അപ്പം അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ നമ്മൾ ഈ പച്ചക്കറിയും ഇറച്ചിയും മീനും ഒക്കെ വെച്ചിരിക്കുന്ന ഫ്രിഡ്ജിൽ നമ്മുടെ ഹോമിയോ മെഡിസിൻസും വെക്കേണ്ട ആവശ്യം ഇല്ല. കാര്യം അതിൽ ഓൾറെഡി കുറച്ച് മോയ്സ്ചർ ഉണ്ടാവും ഈ ഫ്രിഡ്ജിലൊക്കെ. അപ്പൊ അത് വെറുതെ ഈ ഗുളികയിലേക്ക് വരാനും അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകാനും കട്ടായി പോകാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. പിന്നെ ഈ ബട്ടർ പേപ്പറിന്റെ കാര്യം അത് കംപ്ലീറ്റ്ലി സേഫ് ആണ്. അത് നമ്മുടെ മരുന്നിനായിട്ട് ഒരു റിയാക്ഷൻസും വരുത്തുന്നില്ല. ഇങ്ങനെയാണ് നമ്മൾ മെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഈ സ്വയം ചികിത്സ നടത്തുന്ന ആൾക്കാരുണ്ട്, ആശുപത്രിയിലൊന്നും പോവാതെ അവർ തന്നെ സ്വന്തമായിട്ട് മരുന്നൊക്കെ കണ്ടുപിടിച്ച് വാങ്ങിച്ച് കഴിച്ച് അസുഖം ഭേദമാക്കുന്നത്. ഈ ഹോമിയോപ്പതിയിൽ നമുക്കതിന് സാധിക്കുന്നതാണോ? ഹോമിയോപ്പതിയിൽ നിന്നല്ല, ഒരു ചികിത്സാ ശാഖയിലും അത് സാധിക്കുന്നതല്ല. കാര്യം അങ്ങനെയാണെങ്കിൽ ഈ നമ്മൾ 5.5 കൊല്ലം പഠിച്ച് ഡിഗ്രി എടുത്തിട്ട് നമ്മൾ ഈ പരിപാടിക്ക് ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു മെഡിക്കൽ സ്റ്റോറിലോ അല്ലെങ്കിൽ അതിപ്പോൾ ഹോമിയോപ്പതിക്ക് ആയിക്കോട്ടെ അതല്ലാത്തതായിക്കോട്ടെ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് നമ്മുടെ കംപ്ലയിൻസ് പറഞ്ഞിട്ട് അവർക്ക് മരുന്നെടുത്ത് തരാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ആ ഡോസേജ് നിർണ്ണയിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്താൽ പോരെ. ഡോക്ടർമാരുടെ ആവശ്യമില്ലല്ലോ. അപ്പോൾ സ്വയം ചികിത്സ ഏത് ചികിത്സാ ശാഖയിലാണെങ്കിലും അത് ഡേഞ്ചറസ് ആണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. കാര്യം ആ രോഗിക്ക് എന്താണ് അസുഖം, ഇത് വേറെന്തെങ്കിലും രോഗത്തിന്റെ കാരണമായിട്ട് വരുന്ന സിംറ്റംസ് ആണോ, അതോ ചെറിയൊരു ഇപ്പോൾ ഒരു പനിയുടെ കേസ് എടുത്താൽ പോലും ഇതൊരു ചെറിയ പനിയാണോ അതോ വേറെ എന്തെങ്കിലും ഇപ്പൊ ഡെങ്കിപ്പനി പോലത്തെ അല്ലെങ്കിൽ എലിപ്പനി പോലത്തെ അല്ലെങ്കിൽ വേറെ മഞ്ഞപ്പിത്തം പോലത്തെ സിവിയർ ആയിട്ടുള്ള പനിയുടെ സ്റ്റാർട്ടിങ് ആണോ എന്ന് അറിയാൻ ഒരു ഡോക്ടർക്ക് മാത്രമേ പറ്റുള്ളൂ. എക്സാമിനേഷനും അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റോ കാര്യങ്ങളോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും ഒരു ഡോക്ടറെ കണ്ടിട്ട് മാത്രമേ അത് പ്രത്യേകിച്ചും ഹോമിയോപ്പതിയിലാണെങ്കിൽ കാര്യം അപ്പം അലോപ്പതിക് ഡ്രഗ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പേരൊക്കെ അറിയാം അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറുകാർക്ക് പോലും എടുത്തു കൊടുക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ഒരു ഹോമിയോപ്പതിക് മെഡിസിൻ അങ്ങനെയല്ല. ഒരു ഡോക്ടർക്കാണ് ആ കംപ്ലീറ്റ് സിംറ്റം എടുത്തിട്ട് ഏത് മരുന്നാണ് ആ രോഗിക്ക് വരുന്നത്, എത്ര ഡോസേജ് കൊടുക്കണം, എത്ര പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്യണം എന്നൊക്കെ ഒരു ഡോക്ടർക്ക് തന്നെ പറയാൻ പറ്റില്ല. അത് ഏത് ചികിത്സാ ശാഖയിലാണെങ്കിലും. അപ്പോൾ അത് എപ്പോഴും സ്വയം ചികിത്സ അത് ഡേഞ്ചറസ് തന്നെയാണ്. അത് ചെയ്യാണ്ടിരിക്കാൻ തന്നെയാണ് നമ്മൾ പറയാറുള്ളത്. അത് വളരെ ഡേഞ്ചറസ് ആണ്. ഈ ക്യാൻസർ പോലുള്ള ഇല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് പോലുള്ള രോഗങ്ങൾ വന്നാൽ അപ്പം അവർ ഹോമിയോ മരുന്നാണ് ആദ്യം തന്നെ സജസ്റ്റ് ചെയ്യുന്നെങ്കിൽ അപ്പം സാർ എങ്ങനെയായിരിക്കും അത് മനസ്സിലാക്കി അവരെ അലോപ്പതിയിലേക്ക് വിടുന്നത്? നമ്മൾ ഹാർട്ട് അറ്റാക്ക് ഒന്നും വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഹോമിയോപ്പതിയിലേക്ക് ആരും റെഫർ ചെയ്യില്ല. ആരും ഒരു പേഷ്യൻസും ഹാർട്ട് അറ്റാക്ക് വരുന്ന സമയത്ത് ഓടി ഹോമിയോ ഡോക്ടറുടെ അടുത്തേക്ക് പോവില്ല. അത് വളരെ കോമൺ സെൻസ് ആയിട്ടുള്ള കാര്യമാണ്. അതിപ്പോൾ ഈവൻ ഹോമിയോ ഡോക്ടറുടെ അടുത്തേക്കാണെങ്കിലും അതുപോലത്തെ സിംറ്റംസ് അല്ലെങ്കിൽ അതിനെ മിമിക് ചെയ്യുന്ന സിംറ്റംസ്, ചെറിയൊരു ഒരു തരിപ്പുണ്ട്, ലെഫ്റ്റ് സൈഡിലേക്ക് പെയിൻ റേഡിയേറ്റ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് വേർക്കുണ്ട്, അവർക്ക് പ്രീവിയസ്ലി കൊളസ്ട്രോളോ BP ഒക്കെ ഹൈ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മളപ്പം തന്നെ അടുത്തുള്ളൊരു ഹയർ സെന്ററിലേക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ റെഫർ ചെയ്യും തീർച്ചയായിട്ടും. പിന്നെ ക്യാൻസറിന്റെ കാര്യത്തിൽ എന്ന് പറയുമ്പോൾ നമുക്ക് മരുന്നുകളുണ്ട്. ക്യാൻസറിന്റെ എല്ലാ സ്റ്റേജിലും ഇഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകൾ ഹോമിയോപ്പതിക്ക് അവൈലബിൾ ആണ്. പിന്നെ ക്യാൻസറിന്റെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഒരു റിസ്ക് കൂടുതലുള്ള ഒരു അസുഖമാണ്. ഇപ്പൊ ഈവൻ നമ്മളെ ഹോമിയോപ്പതിയിൽ എല്ലാ സ്റ്റേജിലും ക്യാൻസറിനുള്ള ഇഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് അവൈലബിൾ ആണെങ്കിൽ പോലും കുറച്ചും കൂടെ ഷുഗർ ഷോർട്ട് ആയിട്ടുള്ള ക്യാൻസേഴ്സ്, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസറിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണെങ്കിൽ ഇപ്പോൾ വേറെ കഴലയിലേക്ക് ലിംഫ് ഒന്നും സ്പ്രെഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ബ്രസ്റ്റ് റിമൂവ് ചെയ്ത് കീമോ ആൻഡ് റേഡിയേഷൻ എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി നമുക്ക് അതിന്റെ റിക്കറൻസിയും പ്രിവെന്റ് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ കേസുകൾ ഈവൻ നമുക്ക് മരുന്നുണ്ടെങ്കിൽ പോലും നമ്മളത്
ട്രീറ്റ് ചെയ്യാൻ നോക്കില്ല. അതിനേക്കാളും ബെറ്റർ ഓപ്ഷൻ അപ്പുറത്തുള്ളത് കാരണം നമ്മൾ എപ്പോഴും റെഫർ ചെയ്യും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ബ്രെയിൻ ട്യൂമറാണ്. അപ്പോൾ 2009 അമ്മയ്ക്ക് ബ്രെയിൻ ട്യൂമർ ആണെന്ന് കണ്ടെത്തിയപ്പോൾ നമ്മൾ ആദ്യം പോയത് ഒരു ന്യൂറോ സർജൻ്റെ അടുത്തേക്കാണ്. അപ്പം ന്യൂറോ സർജൻ പറഞ്ഞു എന്തായാലും സർജറി ചെയ്തേ പറ്റൂ, സർജറി ചെയ്തില്ലെങ്കിൽ അത് വലുതാവും, സർജറി ചെയ്യാൻ പറ്റാത്ത സ്ഥലത്തേക്കൊക്കെ വരും, ഭാവിയിൽ വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മയാണ് പറഞ്ഞത്. എൻ്റെ അമ്മ ഹോമിയോ ഡോക്ടറാണ്. അമ്മ പറഞ്ഞു വേണ്ട, നമുക്ക് ഹോമിയോ മരുന്നുകൊണ്ട് നോക്കാം. അപ്പൊ ആ ഒരു അഷുറൻസ് നമുക്ക് സാധാരണ ഒരു പേഷ്യന്റിൽ കിട്ടില്ല. അപ്പൊ അമ്മയ്ക്ക് ഹോമിയോപ്പതിനെ പറ്റിയിട്ടുള്ള വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറയാൻ പറ്റിയതും നമുക്ക് അങ്ങനത്തെ തീരുമാനം എടുക്കാൻ പറ്റിയതും. അപ്പൊ ഓൾമോസ്റ്റ് ഒരു 7 കൊല്ലത്തോളം നമ്മൾ ഹോമിയോ ട്രീറ്റ്മെന്റ് എടുത്തു. ഒരു സിംറ്റംസും ഉണ്ടായിരുന്നില്ല, കംപ്ലീറ്റ്ലി ഓക്കെ ആയിരുന്നു. പക്ഷെ 2015-14 ആയപ്പോൾ അമ്മയുടെ അച്ഛൻ മരിക്കുകയും അതിൽ നിന്ന് നമ്മൾ വല്ലാണ്ട് സ്ട്രെസ് വരികയും അപ്പൊ അതുകൊണ്ട് ചെറുതായിട്ടൊരു ഗ്രോത്ത്, കോർപ്പസ് കലോസം എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്ക് ഗ്രോത്ത് വരികയും പിന്നെ നമ്മൾ ആസ്റ്ററിലത്തെ നല്ലൊരു ന്യൂറോ സർജനെ കാണുകയും, ഡോക്ടർ ദിലീപ് പണിക്കർ നല്ലൊരു ന്യൂറോ സർജനാണ്, ഡോക്ടറെ കാണുകയും ഡോക്ടർ പറഞ്ഞു നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് സർജറി ചെയ്യണം. ഇനി വളരെ സപ്പോർട്ടീവ് ആയിരുന്നു ഡോക്ടർ. ഹോമിയോപ്പതിയാണ് കഴിച്ചിരുന്നത് പറഞ്ഞപ്പോൾ വളരെ സപ്പോർട്ടീവ് ആയിട്ടാണ് ഡോക്ടർ പെരുമാറിയത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് സർജറി ചെയ്യാം, ഇനി വളർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും എന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ നമ്മൾ സർജറി ചെയ്തു. അതിൻ്റെ കീമോ റേഡിയേഷൻ ഒക്കെ ചെയ്തു. പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റിയെന്നാണെന്ന്, പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റിയെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ അത് റിക്കറൻസി വന്നു. ആർക്കും വരാം, അതൊന്നും ആരെയും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ റിക്കറൻസി വന്നു. റിക്കറൻസി വന്നപ്പോൾ അവർ പറഞ്ഞത് സെക്കൻഡറി ആയിട്ട് ബ്രെയിനിൽ തന്നെ ഒന്നും കൂടെ വന്നപ്പോൾ അവർ പറഞ്ഞത് ഇനിയൊന്നും ചെയ്യാനില്ല, കീമോ റേഡിയേഷൻ ഒന്നും അല്ലെങ്കിൽ ഓപ്പറേഷൻ സർജറി ഒന്നും ഒരു ഓപ്ഷൻ അല്ല, കീമോ റേഡിയേഷൻ ചെയ്താലും അതിനൊരു പരിമിതി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവർ സെക്കൻഡ് ലൈൻ കീമോ സ്റ്റാർട്ട് ചെയ്തു. സെക്കൻഡ് ലൈൻ കീമോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്കറിയാലോ, ഒരു രോഗി കീമോ എടുക്കുന്ന രോഗിയുടെ ഒരു അവസ്ഥ നമുക്കറിയാലോ. കംപ്ലീറ്റ്ലി അമ്മ ഡൗൺ ആയി, ബ്ലഡ് കൗണ്ട് എല്ലാം കുറഞ്ഞു, നിമോണിയ വന്നു, അങ്ങനെ ആകെ അമ്മ തവിട്ട് പൊടിയായി തന്നെ പറയാം. അപ്പൊ അങ്ങനെ ആയപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞു വേണ്ട, അത് നിർത്തിക്കോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹോമിയോ മെഡിസിൻസ് ആണ് കണ്ടിന്യൂ ചെയ്തത്. രണ്ടാമത് വന്നപ്പോഴും ഹോമിയോ മെഡിസിൻസ് 2017 തൊട്ട് കണ്ടിന്യൂ ചെയ്ത് ഇപ്പോഴും എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ എൻ്റെ പിള്ളേരെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തെങ്കിലും എമർജൻസി, ഇപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും സീഷർ അറ്റാക്ക് വരിക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പെട്ടെന്ന് വരികയാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ അടുത്തുള്ള ഒരു ന്യൂറോ സർജൻ അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് നമ്മൾ പോകും. അതല്ലെങ്കിൽ സിംറ്റമാറ്റിക്കലി നമ്മൾ ഹോമിയോ മെഡിസിൻസ് കൊണ്ട് തന്നെയാണ് മാനേജ് ചെയ്യണം. അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലാണ്ട് നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നുണ്ട്, സിംറ്റമാറ്റിക്കലി ആൾ ഓക്കെയാണ്. അപ്പൊ ആ ഓപ്പറേഷൻ ചെയ്തതിന്റെ ഒരു ചെറിയ പാരാലിസിസ് ഉണ്ടെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ സിംറ്റംസ് ഒന്നും നമുക്കില്ല, ദൈവാധീനം കൊണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹോമിയോപ്പതിയിൽ മെഡിസിൻസ് അവൈലബിൾ ആണ്. പക്ഷെ അത് ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു ധൈര്യം പേഷ്യൻസിനും പേഷ്യൻസിന്റെ റിലേറ്റീവ്സിനും വേണം. നമുക്ക് നമ്മുടെ മരുന്നിൽ വിശ്വാസം ഉണ്ടെങ്കിലും അത് പേഷ്യൻസിനും അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിനും കൂടെ ഉണ്ടെങ്കിലേ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പാലിയേറ്റീവ് ഓങ്കോളജിയിൽ വലിയൊരു സ്കോപ്പ് ഹോമിയോപ്പതിക്ക് ഉണ്ട്. ഏത് ഐബുപ്രൂഫിനും ഏത് മോർഫിനും മാറ്റാൻ പറ്റാത്ത ക്യാൻസർ പെയിൻസിന് ഹോമിയോപ്പതിക് മെഡിസിൻസ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നുണ്ട്. അത് അനുഭവിക്കുന്ന എത്രയോ പേഷ്യൻസ് നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. പാലിയേറ്റീവ് ഓങ്കോളജി, അതുപോലെ മലപ്പുറത്ത് വലിയൊരു ഹോമിയോപ്പതിക് ഹോസ്പിറ്റൽ ഉണ്ട് ഈ ക്യാൻസറിന് വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിലൊക്കെ എത്രയോ പേഷ്യൻസ് ട്രീറ്റ് ചെയ്തിട്ട് അവരുടെ ക്യാൻസർ പെയിൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ആ മരണം ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേജെന്ന് വിചാരിച്ചോളൂ, ഇനി വേറെ ഹോപ്പൊന്നുമില്ല എന്ന് വിചാരിക്കുമ്പോൾ അവർ മരിക്കുന്നത് വരെ ഈ നരകയാതന അനുഭവിച്ച് മരിക്കേണ്ട അവസ്ഥ, ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയും. ഇപ്പോൾ നമ്മളൊരു വേറെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുത്ത് കംപ്ലീറ്റ്ലി അവശതയായി, ഇപ്പോൾ ഒരു ലിവർ ക്യാൻസർ ഒക്കെ വരികയാണെങ്കിൽ SITs എന്ന് പറയും, നീർക്കെട്ട് വരും, അത് ടാപ്പ് ചെയ്തെടുത്ത് പിന്നെ നീർക്കെട്ട് വരും. അപ്പം ഇങ്ങനത്തെ SITs ഒക്കെ വരുമ്പോൾ ഈവൻ ഹോമിയോ മെഡിസിൻസ് കൊണ്ട് നമുക്ക് ഒരു ടാപ്പിങ്ങും വേണ്ടാണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ആ SITs കുറയ്ക്കാനും നീർക്കെട്ട് നല്ല രീതിയിൽ കുറയ്ക്കാനും, പിന്നെ ശ്വാസം, അതുകൊണ്ട് തന്നെ പേഷ്യൻറ്റിന് ബ്രെത്ത്ലെസ്നെസ് വരും, ആ ബ്രെത്ത്ലെസ്നെസ് കുറയ്ക്കാനും മരിക്കുന്നത് വരെ വലിയ കുഴപ്പമില്ലാണ്ട് നല്ല രീതിയിൽ ആ പേഷ്യൻറ്റ് ജീവിച്ച് മരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഹോമിയോപ്പതിക് മെഡിസിൻസ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. മനസ്സിലായില്ല? അപ്പോൾ പാലിയേറ്റീവ് ഓങ്കോളജിയിൽ ഏറ്റവും വലിയൊരു സ്കോപ്പ് ഹോമിയോപ്പതിക്ക് ഉണ്ട്. പിന്നെ വേറെ ഏതെങ്കിലും ഇപ്പോൾ കുറച്ചും കൂടെ ഫസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയുക, ഓപ്പറേഷൻ കൊണ്ട് മാറാം, സർജറി ചെയ്താലും മാറാം, അല്ലെങ്കിൽ കീമോ റേഡിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിക്കറൻസി കുറയ്ക്കാൻ ഒരു ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാം എന്ന് പറയുന്ന കേസുകളൊക്കെ നമ്മൾ എപ്പോഴും റെഫർ ചെയ്യാറാണ് സാധാരണ പതിവ്. അവർക്ക് ഇപ്പം ഇനി വേറെ ഹോപ്പൊന്നുമില്ല, നിങ്ങൾ വീട്ടിലേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്ന കേസുകളിൽ നമ്മൾ ഹോമിയോപ്പതിക് മെഡിസിൻസ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അവർക്ക് അവരുടെ എൻഡ് വരെ നല്ലൊരു റിസൾട്ട് കിട്ടാൻ ഹോമിയോപ്പതി ഹെൽപ്പ് ചെയ്യാറുണ്ട് ഡെഫിനറ്റ്ലി. ഈ മരുന്നുകൾ നമ്മുടെ ഈ കൈ കൊണ്ട് തൊടാതെ കഴിക്കണം എന്ന് പറയുന്നതിന്റെ ഒരു ശാസ്ത്രീയ വശം എന്താണ്? നമ്മൾ ആരും കൈ കൊണ്ട് തൊടാണ്ട് കഴിക്കണം എന്ന് പറയാറില്ല. അങ്ങനെ ഒരു പ്രോട്ടോകോൾ ഹോമിയോപ്പതിയിൽ ഇല്ല. നമ്മുടെ കൈ വൃത്തിയാണെങ്കിൽ കയ്യിൽ മരുന്നെടുത്തിട്ട് കഴിക്കണോണ്ട് ഒരു കുഴപ്പവും ഇല്ല, നമുക്ക് കഴിക്കാം. ഇനി കയ്യിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് കയ്യിലാക്കാണ്ട് നമ്മൾ
അതിന്റെ അടപ്പിലെങ്ങാനും എടുത്തിട്ട് കഴിച്ചോളാൻ പറയാം. അല്ലാണ്ട് അങ്ങനെ ഒരു പ്രോട്ടോകോൾ ഹോമിയോപ്പതിയിൽ ഇല്ല. കയ്യിലെടുത്ത് കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല. നമുക്ക് മരുന്ന് കയ്യിലെടുത്ത് കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ തന്നെ നമ്മുടെ ഈ കോവിഡ് കാലത്ത് ഈ ഹോമിയോപ്പതി മെഡിസിനിലേക്ക് പോകുന്നതിന് കോടതി ശക്തമായി എതിർത്തിരുന്നു. കാരണം ഇത്രയും ഹോമിയോപ്പതി മെഡിസിൻസിൽ ഇത്രയും അസുഖങ്ങൾക്ക് ഗുണമായി എന്ന് നമ്മൾ പറയുമ്പോഴും എന്തുകൊണ്ടാണ് അന്ന് കോടതി എതിർക്കാൻ കാരണം എന്തായിരിക്കും സാറിന്റെ ഒരു അഭിപ്രായത്തിൽ? അങ്ങനെ ഒരു ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോടതിയിൽ നിന്നോ വന്നതായിട്ട് എനിക്ക് അറിയില്ല. കോടതിയിൽ നിന്ന് വന്നൊരു ഉത്തരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പേഷ്യന്റിന്റെ ചോയ്സ് ആണ്. പേഷ്യന്റിന് വേണമെങ്കിൽ ഹോമിയോപ്പതി ഓപ്റ്റ് ചെയ്യണമെങ്കിൽ ഹോമിയോപ്പതിക് ഡോക്ടർക്ക് പ്രിവെന്റീവായിട്ട് മരുന്ന് കൊടുക്കാം, ഹോമിയോപ്പതിക് ഡോക്ടർക്ക് കോവിഡ് ട്രീറ്റ് ചെയ്യാം. പക്ഷെ അവകാശവാദം ഉന്നയിക്കാൻ പാടില്ല. അതായത് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരൂ, ഞാൻ എല്ലാ കോവിഡും മാറ്റിത്തരാം എന്നുള്ള അവകാശവാദം ഉന്നയിക്കാൻ പാടില്ല എന്ന് മാത്രമേ കോടതി പറഞ്ഞുള്ളൂ. അതൊരു ഡോക്ടറിന് പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അല്ലാണ്ട് വേറെ ഒരു എന്താ പറയുക, കോവിഡ് ട്രീറ്റ് ചെയ്യാൻ പാടില്ല എന്നൊന്നും ഒരു കോടതിയും പറഞ്ഞിട്ടില്ല. നമ്മൾ എത്രയോ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്, എത്രയോ ആൾക്കാർക്ക് ഭേദമായിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. നമുക്ക് ഹോമിയോപ്പതി വളരെ എഫക്റ്റീവാണ് കോവിഡിന്റെ സമയത്ത് ഉണ്ടായിരുന്നു. കോവിഡ് അസുഖങ്ങൾക്കും അത് കഴിഞ്ഞിട്ട് വരുന്ന പാർശ്വഫലങ്ങൾക്കും, അതായത് പാർശ്വഫലങ്ങളല്ല, കോവിഡിനും അത് കഴിഞ്ഞിട്ട് വരുന്ന കോവിഡാനന്തര വീക്ക്നെസ്, ചുമ, അതുപോലത്തെ ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഹോമിയോപ്പതി വളരെ എഫക്റ്റീവാണ്. പേഷ്യൻസ് അത് ചൂസ് ചെയ്ത്, ഇപ്പം നമ്മുടെ സ്ഥിരം പേഷ്യൻസ് പിന്നെ കോവിഡ് വന്നാൽ ആദ്യം തന്നെ നമ്മുടെ അടുത്തേക്ക് തന്നെയാണ് വരിക. ഈ ഹോമിയോപ്പതി മെഡിസിൻസ് ഇത്ര ഫലപ്രദമാണെങ്കിൽ, ഈ ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് ഉൾപ്പെടെ മരുന്നുകൾ ഉണ്ടെങ്കിൽ പോലും ഈ 200 വർഷങ്ങൾക്കുള്ളിൽ എന്തുകൊണ്ടാണ് മികച്ച ഒരു മരുന്നോ ഒരു ചികിത്സാ രീതിയോ ഇന്ന് വരെ പുറത്തിറക്കാത്തത്? അത് കംപ്ലീറ്റ്ലി തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. കാര്യം 200 വർഷം മുന്നേ, അതായത് ഹാനിമാൻ ഇത് കണ്ടുപിടിച്ച കാലത്ത് ആ സമയത്ത് ഒരു 10-200 ഡ്രഗ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് 3000-ൽ പരം ഹോമിയോപ്പതിക് ഡ്രഗ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ പുതിയ ഡ്രഗ്സ് കണ്ടുപിടിക്കുന്നില്ല. അത് നിങ്ങൾ നോക്കാത്തത് കൊണ്ടാണ്, നിങ്ങൾ അതിനെപ്പറ്റി പഠിക്കാത്തത് കൊണ്ടും. ഇതിനെപ്പറ്റി വിമർശിക്കുന്നവർ ഇതിൻ്റെ ABCD അറിയാത്ത ആൾക്കാരാണ് ഇതിനെപ്പറ്റി വിമർശിക്കുന്നത്. ശാസ്ത്രലോകം ആയിക്കോട്ടെ, അവർ ഭയങ്കര ശാസ്ത്രീയവാദികളാണെന്ന് വാദിക്കുന്ന ആൾക്കാർ, തീവ്ര ചിന്താഗതിക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ചികിത്സാ ശാഖയിലെ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, അവരൊക്കെ ഹോമിയോപ്പതിനെ വിമർശിക്കുന്നത് ഹോമിയോപ്പതി എന്താണെന്ന് പോലും അറിയാണ്ടാണ്, ഹോമിയോപ്പതി പഠിക്കാതെയാണ്. അപ്പോൾ അങ്ങനെ വിമർശിക്കുന്നതിൽ കഥയില്ല. അവർ ഒന്നും ഹോമിയോപ്പതിയിൽ ഉണ്ടായിട്ടുള്ള ഡെവലപ്മെന്റ്സ് ഒന്നും അവർ അറിയുന്നില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് 3000-ഓളം ഡ്രഗ്സ് ഹോമിയോപ്പതിക് ഫാർമക്കോപ്പിയ അല്ലെങ്കിൽ ഹോമിയോപ്പതിക് മെഡിക്കയിൽ അവൈലബിൾ ആണ്. പണ്ട് ഒരു 200 വർഷം മുന്നേ ഓൾമോസ്റ്റ് ഒരു 200-ന്റെ ഉള്ളിൽ മരുന്നുകളെ അന്ന് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ പുതിയ ചികിത്സാ രീതി എന്ന് പറയുന്നത് ഹോമിയോപ്പതിക് പ്രിൻസിപ്പിൾസ് അന്നും ഇന്നും സെയിം തന്നെയാണ്. സിമിലിയ സിമിലിബസ് ക്യൂറൻഡർ എന്ന് പറയുന്ന ഹോമിയോപ്പതിക് ശാസ്ത്രം അന്നും ആ ശാസ്ത്രം വെച്ച് തന്നെയാണ് ചികിത്സിച്ചിരുന്നത്, ഇന്നും ആ ശാസ്ത്രം വെച്ചിട്ട് തന്നെയാണ് ചികിത്സിക്കുന്നത്. അത് വളരെ എഫക്റ്റീവ് ആണെന്ന് കണ്ടതുകൊണ്ടാണ് ഇന്നും അത് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ വേറെ ഒരെണ്ണം കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണെങ്കിൽ നമ്മൾ വേറെ സാധനം പിന്നെ പുതിയതായിട്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അത് ഫോളോ ചെയ്യാന്നുള്ളതല്ലേ, ഏറ്റവും കൃത്യമായിട്ട് ഫോളോ ചെയ്യാന്നുള്ളതാണ്. ഡ്രഗ്സിന്റെ കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്. പണ്ടുള്ളതിനേക്കാളും ഓൾമോസ്റ്റ് 2-4 ഇരട്ടി മരുന്നുകൾ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നാളെ നമ്മുടെ ഈ ശാസ്ത്രലോകമൊക്കെ ഇത്രയും പുരോഗമിച്ച സ്ഥിതിക്ക് നാളെ എന്തെങ്കിലും ഒരു കെമിക്കലോ മെഡിക്കലായിട്ടുള്ള ട്രയലിലൂടെ ഈ ഹോമിയോപ്പതി മെഡിസിൻസ് വെറും ഒരു പഞ്ചസാര ഗുളികകൾ മാത്രമായി തെളിയിക്കപ്പെടും എന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ശാസ്ത്രം വളരുന്നതിനനുസരിച്ചിട്ട് ഹോമിയോപ്പതി പ്രൂവ് ചെയ്യാൻ ഉണ്ടാവുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ഗ്രാവിറ്റി അത് ന്യൂട്ടൺ കണ്ടുപിടിച്ചതിന് ശേഷമല്ല ആപ്പിൾ താഴേക്ക് വീഴാൻ തുടങ്ങിയിട്ടുള്ളത്. ആപ്പിൾ പണ്ടും താഴേക്ക് വീഴുണ്ടായിരുന്നു. അത് ന്യൂട്ടൺ കണ്ടുപിടിച്ചതിന് ശേഷം അത് ഗ്രാവിറ്റിയാണെന്ന് കണ്ടുപിടിച്ചിട്ടുള്ളൂ. മനസ്സിലായി? അതുപോലെ ഹോമിയോപ്പതിക്ക് എഫക്റ്റ് ഉണ്ട്. അതായത് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള സിംറ്റംസിന് പോലും, അതായത് നമ്മളിപ്പോൾ യൂട്രൈൻ ഫൈബ്രോയിഡ് ആയിക്കോട്ടെ, കിഡ്നി സ്റ്റോൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹെമറോയിഡ്സ് ആയിക്കോട്ടെ, സോറിയാസിസ് ആയിക്കോട്ടെ, എക്സിമ ആയിക്കോട്ടെ, ക്യാൻസർ ആയിക്കോട്ടെ, അങ്ങനെ എന്ത് അസുഖമാണെങ്കിലും നമുക്ക് ബിഫോർ ആഫ്റ്റർ അതിൻ്റെ റെക്കോർഡ്സ് അടക്കം, അതായത് ഇപ്പോൾ എൻഡോസ്കോപ്പി അല്ലെങ്കിൽ കോളനോസ്കോപ്പി അല്ലെങ്കിൽ MRI സ്കാൻ, അൾട്രാസൗണ്ട് സ്കാൻ, ആ സ്കാനിൻ്റെ ഇവർ നമ്മുടെ മെഡിസിൻ എടുക്കുന്നതിന് മുന്നേ ഉള്ള അവസ്ഥയും നമ്മുടെ മെഡിസിൻ എടുത്ത് മാറിക്കഴിഞ്ഞിട്ടുള്ള അവസ്ഥയും നമുക്ക് ആ റിപ്പോർട്ട്സ് അവൈലബിൾ ആണ്. ഒബ്ജക്റ്റീവ് സിംറ്റംസ് നമ്മുടെ മുന്നിലുണ്ട്. അപ്പം എഫക്റ്റ് ഉണ്ട്. അപ്പം പിന്നെ ഉള്ള നമ്മുടെ ഹോമിയോപ്പതിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു വാദം എന്ന് പറയുന്നത് പ്ലാസിബോ എഫക്റ്റ് ആണെന്നാണ്. അപ്പം ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു എക്സിമ ചിലപ്പോൾ മിക്ക പേഷ്യൻസും അവരെല്ലായിടത്തും പോയി കഴിഞ്ഞ് തീരെ മാറുന്നില്ല. അതായത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സ് അടക്കം ട്രീറ്റ് ചെയ്ത് മാറാത്ത കേസുകളാണ് നമ്മുടെ അടുത്തേക്ക് മിക്ക കേസുകളും വരുന്നത്. അത് മാറ്റിക്കഴിഞ്ഞിട്ട് ഇത് പ്ലാസിബോ എഫക്റ്റ് ആണെന്ന് പറയുകയാണെങ്കിൽ
ഈ പ്ലാസിബോ കഴിച്ചിട്ട് എക്സിമ മാറുന്നു. ഈ പ്ലാസിബോ കഴിച്ചിട്ട് അവരുടെ ഗ്യാസ്ട്രൈറ്റിസ് ആയിക്കോട്ടെ, IBS ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഏത് അസുഖം ആയിക്കോട്ടെ, അത് കുറയുന്നു, അതിന്റെ സിംറ്റം മാറുന്നു. അത് നമുക്ക് കാണാൻ പറ്റുന്നു. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം തലവേദന അല്ലെങ്കിൽ വയറുവേദന, അത് സബ്ജക്റ്റീവ് സിംറ്റം ആണ്. അത് ഞാൻ അനുഭവിക്കുന്ന സിംറ്റം ആണ്. അത് നിത്യയ്ക്ക് എന്നെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തലവേദന ഉണ്ടോ വയറുവേദന ഉണ്ടോ എന്ന് അറിയാൻ പറ്റില്ല, അല്ലെങ്കിൽ ബാക്ക് പെയിൻ. അതൊക്കെ സബ്ജക്റ്റീവ് സിംറ്റം. അത് മാറിയെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം, ഓക്കെ, നമ്മുടെ തോന്നൽ കാരണം മാറിയതായിട്ട് തോന്നിയതായിരിക്കാം എന്ന് വേണമെങ്കിൽ അവകാശപ്പെടാം. പക്ഷെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള സിംറ്റംസോ, അരിമ്പാറ കൊഴിഞ്ഞു പോകുന്നു. അതെവിടെയാ പ്ലാസിബോ? ഒരു പച്ചവെള്ളം കുടിച്ചാൽ അരിമ്പാറ കൊഴിഞ്ഞു പോയെങ്കിൽ ആ പച്ചവെള്ളം കുടിച്ചാൽ പോരെ? അതിന് വേറെ എന്താ പറയാ, നമ്മൾ വേറെ ആസിഡിക് ആയിട്ടുള്ള എന്തെങ്കിലും ആപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ പുറമെ എന്തെങ്കിലും പുരട്ടിയിട്ട് അത് കരിയിച്ച് കളയണ്ടല്ലോ. ആ പച്ചവെള്ളം എടുത്ത് കുടിച്ചാൽ പോരെ? പ്ലാസിബോ എന്ന് പറഞ്ഞാൽ പച്ചവെള്ളം ആണെന്നാണല്ലോ പറയുന്നത്. അങ്ങനെ കുടിച്ചാൽ പോരെ? അപ്പോൾ ഇവർ ഈ പറയുന്ന പ്ലാസിബോ കൊണ്ടാണ് ഇതൊക്കെ മാറുന്നതെങ്കിൽ ആ പ്ലാസിബോ കഴിച്ചാൽ പോരെ എന്ന് ഞാൻ ചോദിക്കുന്നത്. ഈ നമ്മുടെ കിഡ്നിക്കും ലിവറിനും കംപ്ലൈന്റ് വരുത്തുന്ന വേറെ ചികിത്സാ ശാഖയിലുള്ള മരുന്ന് കഴിച്ചിട്ട് കിഡ്നിക്കും ലിവറിനും കംപ്ലൈന്റ് സൈഡ് എഫക്ട് വരുത്തണ്ടല്ലോ. ഈ പച്ചവെള്ളം കുടിച്ച് മാറ്റിയാൽ പോരെ? അപ്പൊ അത്രയും ഞാൻ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ഇനി ശാസ്ത്രം വളരുന്നതിനനുസരിച്ച് ഹോമിയോപ്പതി കുറച്ചുകൂടെ ഡെവലപ്പ് ആവുകയുള്ളൂ. കാര്യം എങ്ങനെ ഹോമിയോപ്പതിക് മെഡിസിൻസ് ആക്ട് ചെയ്യുന്നു നമ്മുടെ ബോഡിയിൽ. അതിൽ പാർട്ടിക്കിൾസ് ഉണ്ട്, നാനോ പാർട്ടിക്കിൾസ് ഉണ്ടെന്നുള്ള ഓൾറെഡി പ്രൂവൺ ആണ്. ഹോമിയോപ്പതിക്ക് പ്ലാസിബോ അല്ല, അതിന് പ്ലാസിബോ അല്ലാതെ അതിനേക്കാളും കൂടുതൽ എഫക്റ്റീവ് ഉണ്ടെന്നുള്ളത് അതും പ്രൂവൺ ആണ്. അതിന്റെ റിപ്പോർട്ട്സും ജേർണൽസും ഒക്കെ അവൈലബിൾ ആണ്. അതൊന്നും ആരും കാണുന്നില്ല, അല്ലെങ്കിൽ മുഖ്യധാര മാധ്യമങ്ങളിലൊന്നും അത് വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന്റെ പിയർ റിവ്യൂഡ് ജേർണൽസ് ഒക്കെ അവൈലബിൾ ആണ്. അത് എനിക്ക് വേണമെങ്കിൽ പേഴ്സണലായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇനി ശാസ്ത്രം കൂടുതൽ വളർന്നതോറും എങ്ങനെയാണ് ഹോമിയോപ്പതി ആക്ട് ചെയ്യണത്, എന്താണ് ഹോമിയോപ്പതിക് മെഡിസിൻസ് എന്നുള്ള കൂടുതൽ പ്രൂവ് ആവുകയേ ചെയ്യുള്ളൂ, ഹോമിയോപ്പതി ഡെവലപ്പ് ചെയ്യുകയേ ചെയ്യുള്ളൂ. ഇപ്പോൾ ഓൾറെഡി എഫക്റ്റ് ഉണ്ടെന്ന് നമുക്ക് അറിയാം. അല്ലാണ്ട് ഇത്രയും ഇപ്പൊ ഇന്ന് തന്നെ നിങ്ങളിപ്പോൾ ഒരു ഹോമിയോപ്പതിക് ഗവൺമെന്റ് ഡിസ്പെൻസറി പോയി കഴിഞ്ഞാൽ ക്യൂ നിൽക്കുന്ന പേഷ്യൻസിനെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ വെറുതെ ഒരു കാര്യവുമില്ലാണ്ട് അവരവരുടെ സമയം കളഞ്ഞിട്ട് ഇല്ലാത്ത രോഗത്തിന്റെ പേരിൽ അവർ ചികിത്സ തേടി നടക്കില്ലല്ലോ. അതും മിക്ക പേഷ്യൻസും പല ചികിത്സാ ശാഖകളിലും പോയിട്ട് മാറാണ്ടാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അതാണ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിനെ പ്ലാസിബോ എഫക്റ്റ് എന്ന് പറയുന്നത് മാങ്ങയുള്ള മാവിലെ കല്ലെറിയണല്ലോ എന്ന് പറയാൻ അങ്ങനെ എനിക്ക് കാണാൻ പറ്റുള്ളൂ. അത്രയാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. ശാസ്ത്രം കൂടുതൽ ഡെവലപ്പ് ചെയ്യട്ടെ, ഹോമിയോപ്പതി കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്യട്ടെ, എന്താണ് അതിന്റെ മെത്തഡ് ഓഫ് ആക്ഷൻ എന്ന് കുറച്ചും കൂടെ പ്രൂവൺ ആവട്ടെ. ഹോമിയോപ്പതി എന്തായാലും ഡെവലപ്പ് ചെയ്യും ശാസ്ത്രം ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ചിട്ട്. പിന്നെ ഇവരുടെ ഒക്കെ വിചാരം എന്ന് പറഞ്ഞാൽ ഇതാണ് ശാസ്ത്രം, അതായത് ഈ ഒരു ഡെവലപ്മെന്റ് ആണ് എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഇപ്പോഴത്തെ ഡെവലപ്മെന്റ് വെച്ചിട്ട് ഹോമിയോപ്പതിക് മെഡിസിൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഹോമിയോപ്പതി അശാസ്ത്രീയമാണെന്ന് പറയുന്നു. അത്രേ ഉള്ളൂ. ഇനിയും ഡെവലപ്പ് ചെയ്യില്ല. ശാസ്ത്രം എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലോ. ഈ അതിന്റെ എഫക്റ്റ് ഉണ്ട്, നമുക്ക് കാണാൻ പറ്റും. ആ എഫക്റ്റും പ്ലാസിബോ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ, അതായത് ഇപ്പോ രാവിലെ ഭൂമിയുടെ അച്ചുതണ്ടിൽ കറങ്ങുന്നത് കൊണ്ടാണ് രാത്രിയും പകലും മാറി മാറി വരുന്നത് എന്ന് ശാസ്ത്രീയമായി കണ്ടുപിടിക്കുന്നതിന് മുന്നേ രാത്രിയും പകലൊക്കെ ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു അല്ലേ? അത് ശാസ്ത്രീയമായി കണ്ടുപിടിക്കാൻ വൈകിയെന്ന് മാത്രം. അതുപോലെ തന്നെ ഹോമിയോപ്പതിക് മെഡിസിന്റെ എഫക്റ്റ് ഉണ്ട്, അതെല്ലാവർക്കും അറിയുന്നതാണ്, അത് ഇവരും സമ്മതിക്കുന്നതാണ്. ഈ മൈഗ്രെയിൻ ഒക്കെ ന്യൂറോളജിസ്റ്റിന് മാറ്റാൻ പറ്റാത്ത മൈഗ്രെയിൻ കേസുകൾ സുഖമായിട്ട് ഹോമിയോപ്പതിയിൽ മാറ്റാൻ പറ്റുന്നുണ്ട്. അലർജി കേസുകൾ മാറ്റാൻ പറ്റുന്നുണ്ട്. അപ്പൊ എഫക്റ്റ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഈ വിമർശിക്കുന്നവർക്കും ഹോമിയോപ്പതിയിൽ എഫക്റ്റ് ഉണ്ടെന്ന് അറിയാം. പക്ഷെ അത് എങ്ങനെയാണെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇവർ അശാസ്ത്രീയമാണ് അത് ചികിത്സാ ശാഖയിലേക്ക് പോകരുതെന്നൊക്കെ പറയുന്നത്. അപ്പൊ അത് കുറച്ചും കൂടെ കഴിയുമ്പോൾ ആ ശാസ്ത്രം കുറച്ചും കൂടെ വളരുമ്പോൾ വലുതാവുമ്പോൾ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് കൂടെ കാണുമ്പോൾ ചിലപ്പോൾ ഇവരൊക്കെ ഈ പറഞ്ഞതൊക്കെ മാറ്റി പറയായിരിക്കാം. അതിന്റെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് പൈലോറി, അതായത് സ്റ്റൊമക്കിൽ അൾസർ വരാൻ കാരണമാകുന്ന എച്ച് പൈലോറി ബാക്ടീരിയ ആണ് എന്ന് ആദ്യമായിട്ട് പറഞ്ഞ ആള് ബാരി മാർഷലാണ്. അപ്പൊ അങ്ങനെ ആള് ആദ്യമായിട്ട് പറഞ്ഞപ്പോൾ എല്ലാവരും അയാളെ എതിർക്കാണ് ചെയ്തത്. കാര്യം അന്ന് വിശ്വസിച്ചിരുന്ന സ്ട്രെസ്സും ഡയറ്റും ആണ് ആൾക്കാരിൽ ഈ ഗ്യാസ്ട്രിക് അൾസർ ഉണ്ടാക്കുന്നതാണ് അന്ന് വിശ്വസിച്ചിരുന്നത്. അപ്പൊ ആദ്യമായിട്ട് ഒരാൾ പറയാണ് ഈ എച്ച് പൈലോറി എന്നുള്ള ബാക്ടീരിയ ആണ് ഗ്യാസ്ട്രിക് അൾസർ ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ എല്ലാവരും അയാളെ പുച്ഛിക്കുകയാണ് ചെയ്തത്. അവസാനം അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എച്ച് പൈലോറിയുടെ ഒരു കൾച്ചർ അയാൾക്ക് കുടിക്കേണ്ടി വന്നു. എന്നിട്ട് അയാളിൽ ആ അൾസർ ഡെവലപ്പ് ചെയ്യണത് കാണിച്ചു കൊടുക്കേണ്ടി വന്നു. അപ്പൊ എല്ലാവരും അംഗീകരിച്ചു. അതുപോലെ തന്നെ ഈ മരണനിരക്ക്, നമ്മുടെ കുട്ടികൾ ഉണ്ടായിട്ട് പ്യൂർക്കറൽ ഫീവർ കാരണം ഉണ്ടാവുന്ന മരണനിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൈ കഴുകാൻ പറഞ്ഞ ഡോക്ടർക്കും ഇതേ അനുഭവം തന്നെ ഉണ്ടായത്. അവസാനം എല്ലാവരും ശാസ്ത്രീയമായിട്ട് ഓക്കെയാണ്, ശരിയാണെന്ന് കണ്ടുപിടിച്ചപ്പോൾ ആ ഡോക്ടറെ അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ പല ഉദാഹരണങ്ങൾ വേറെ പല ശാഖകളിലും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഒരു ഫിക്സഡ് ആയിട്ട് ബിലീവ് ചെയ്തിരുന്ന ഒരു കാര്യത്തിന്റെ അപ്പുറത്തേക്ക് ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ
എല്ലാവരും ആദ്യം എതിർക്കുകയാണ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അത് ഓക്കെയാണ്, ശരിയാണെന്ന് കണ്ടെത്തുമ്പോഴാണ് അത് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ വരും കാലങ്ങളിൽ ഹോമിയോപ്പതി അക്സെപ്റ്റബിൾ ആവും, അക്സെപ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും, അതല്ലാണ്ട് വേറെ വഴിയില്ല. ഓക്കെ. ഡോക്ടർ, ഈ IBS രോഗം അധികം ആർക്കും ഇതിനെ പറ്റിയിട്ട് അറിവില്ല. എന്താണ് ഈ രോഗം, എന്താണ് അതിന്റെ രോഗലക്ഷണങ്ങൾ? IBS എന്ന് പറയുമ്പോൾ അതിനെ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്നാണ് അതിൻ്റെ ഫുൾ നെയിം. അതൊരു സ്ട്രക്ചറൽ ആയിട്ടൊരു അസുഖമല്ല, അതൊരു ഫങ്ഷണൽ ആയിട്ടുള്ള അസുഖമാണ്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രക്ചറൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ അൾസർ, ഗ്യാസ്ട്രിക് അൾസർ, അവിടെ അൾസർ ഉണ്ടായതിനു ശേഷമാണ് അതിൻ്റെ സിംറ്റംസ് നമുക്ക് കാണാൻ തുടങ്ങുന്നത്. അല്ലെങ്കിൽ GERD, അതായത് നമ്മുടെ വാൽവ്, നമ്മുടെ ഒരു അന്നനാളത്തിൻ്റെ ലാസ്റ്റ് ഒരു വാൽവ് ഉണ്ട്, ആ വാൽവ് ഡിഫക്റ്റ് ആകുമ്പോഴാണ് GERD എന്ന് പറയുന്ന അസുഖം. അപ്പം നെഞ്ചരിച്ചിൽ, പൊളിച്ചു തീട്ടലൊക്കെ വരിക. പക്ഷേ ഈ അസുഖം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ട്രക്ചറലി നമുക്കൊരു ഡിഫക്റ്റും കാണാൻ സാധിക്കില്ല. അതായത് നമ്മളിപ്പോൾ ഒരു എൻഡോസ്കോപ്പി ചെയ്തു, അല്ലെങ്കിൽ കോളനോസ്കോപ്പി ചെയ്തു, അല്ലെങ്കിൽ ഒരു സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പോലും അതിൽ വേറെ ഡിഫക്റ്റ് ഒന്നും കാണാൻ പറ്റില്ല. ചെറിയൊരു നീർക്കെട്ടോ അങ്ങനെ എന്തെങ്കിലും മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷേ ആ പേഷ്യൻസ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഭയങ്കരമായിരിക്കും. അതിൻ്റെ ഒന്നെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോകാൻ തോന്നും. 3 കാറ്റഗറി ഉണ്ട്. അത് ഒന്ന് ഡയറിയ, IBS ഡയറിയ, IBS കോൺസ്റ്റിപ്പേഷൻ, പിന്നെ ഇത് രണ്ടും മിക്സഡ് ആയിട്ടുള്ള വെറൈറ്റി. അതായത് IBS ഡയറിയ എന്ന് പറഞ്ഞാൽ വയറിളകി പോവുക, രാവിലെ എണീറ്റ് അപ്പം തന്നെ ടോയ്ലറ്റിലേക്ക് ഓടുക, വയറിളകി പോവുക, അതിൽ ദഹിക്കാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ അതിൽ കാണുക, പത പോലെ കാണുക. അതൊക്കെയാണ് IBS ഡയറിയ ഉള്ള പേഷ്യൻസിന് കാണും. ഇപ്പോൾ ഭക്ഷണം കഴിച്ചാൽ അപ്പം തന്നെ വയറ്റിൽ നിന്ന് പോകാൻ തോന്നുക, എന്തെങ്കിലും ഫംഗ്ഷന് പോകാൻ പേടിയായിരിക്കും അപ്പോൾ അവർക്ക്. അതായത് നമ്മളിപ്പോൾ പുറത്തേക്ക് പോകും എന്നുള്ള ആ ഒരു ടെൻഷൻ, അയ്യോ എനിക്ക് അവിടെ പോകണമല്ലോ എന്നുള്ളൊരു ടെൻഷൻ അല്ലെങ്കിൽ ആ തോട്ട് വരുമ്പോഴത്തേക്കും അവർക്ക് വയറ് ഡിസോർഡർ ആവും, അവർക്ക് ബാത്റൂമിൽ പോകേണ്ടി വരും. ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ തന്നെ അത് മൊത്തം പോയി തീർന്നിട്ടില്ല എന്നുള്ളൊരവസ്ഥ. അതൊക്കെയാണ് ഈ IBS ഡയറിയ പേഷ്യൻസിന് തോന്നുന്നത്. നേരെ മറിച്ച് IBS കോൺസ്റ്റിപ്പേഷൻ ഉള്ള പേഷ്യൻസിന് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് മലബന്ധം ആണ് ഉണ്ടാവുക. അതായത് കുറേ നേരം സ്ട്രെയിൻ ചെയ്യേണ്ടി വരിക, 2-4 ദിവസം കൂടുമ്പോൾ ഒരിക്കൽ മാത്രം ബാത്റൂമിൽ പോവുക, അപ്പോൾ വയറ് വീർത്ത് കെട്ടിയ ഒരവസ്ഥ. പിന്നെ മലം പോയാലും മൊത്തം പോയി തീർന്നിട്ടില്ല എന്നുള്ളൊരവസ്ഥ. അങ്ങനത്തെ സിംറ്റംസ് ആണ് IBS കോൺസ്റ്റിപ്പേഷനുള്ള പേഷ്യൻസിന് വരുന്നത്. പിന്നെ മിക്സഡ് വെറൈറ്റി എന്ന് പറഞ്ഞല്ലോ, ഇത് രണ്ടും ഒരു പേഷ്യൻസിൽ തന്നെ വരും. അതായത് ഒരു ദിവസം അയാൾക്ക് ഡയറിയ, ഇപ്പോൾ 2-4-5 പ്രാവശ്യം ടോയ്ലറ്റിൽ വയറിളകി പോകുന്ന അവസ്ഥ ചിലപ്പോൾ ഒരു ദിവസം ഉണ്ടാവും. പിന്നെ ഒരു 2-3 ദിവസത്തേക്ക് മോഷൻ പാസ് ചെയ്യില്ല, പിന്നെ 4ാമത്തെ ദിവസമായിരിക്കും മോഷൻ പാസ് ചെയ്യുക. അങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്യേണ്ടി വരും, ഭയങ്കരമായിട്ട് മുക്കേണ്ടി വരും. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുണ്ടാവും. അതിനാണ് മിക്സഡ് വെറൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൂടുതലായിട്ടും ഉണ്ടാവാനുള്ളൊരു മെയിനായിട്ടുള്ള 2 കാരണം എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ കുടലിൻ്റെ ചലനം കുറയുന്നതാണ്. അല്ലെങ്കിൽ കുടലിൻ്റെ ചലനം ഒന്നെങ്കിൽ കുറയും അല്ലെങ്കിൽ കൂടും. അതുകൊണ്ടാണ് ഇത് വരുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കുടലിലെ നല്ല ബാക്ടീരിയാസ് ഉണ്ട്, നമ്മുടെ ദഹനത്തിനെ സഹായിക്കുന്ന, നമ്മുടെ കുടലിൻ്റെ മൂവ്മെൻറ്റിനെ സഹായിക്കുന്ന നല്ല ബാക്ടീരിയാസ് ഉണ്ട്, നമ്മുടെ മൂഡിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ബാക്ടീരിയാസ്. ആ ബാക്ടീരിയാസിൻ്റെ കോളനീസ് കുറയുമ്പോഴും ഈ അസുഖം വരാം. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് അസുഖം വരുന്നത്. അപ്പോൾ ഈ ബാക്ടീരിയാസിൻ്റെ എണ്ണം കുറയുന്നത് എന്തുകൊണ്ടായിരിക്കും? ഹൈ ഡോസ് ആൻറ്റിബയോട്ടിക്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ഹൈ ഡോസ് ആയിട്ടുള്ള മെഡിസിൻസ് എടുത്തു കഴിഞ്ഞാൽ ഈ ബാക്ടീരിയാസിൻ്റെ കോളനീസ് കുറയാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബുദ്ധിമുട്ടുകളൊക്കെ വരാം. പിന്നെ അതുപോലെ ഈ ഇതിൻ്റെ കുടൽ ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് ആവും. അത് ചിലപ്പം കൂടുതൽ ആങ്സൈറ്റി, സ്ട്രെസ് അങ്ങനത്തെ ഒക്കെ ഉള്ള പേഷ്യൻസിന് ഈ അസുഖം വരുന്നത് കാണാറുണ്ട്. അപ്പം ഇതിൽ നമ്മൾ ഇത് കംപ്ലീറ്റ്ലി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ മരുന്നിനോടൊപ്പം തന്നെ ഡയറ്റും ലൈഫ് സ്റ്റൈലും കറക്റ്റായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ ഇപ്പോൾ ഡയറ്റിൽ തന്നെ ഇപ്പോൾ സവോള അല്ലെങ്കിൽ ബീറ്റ്റൂട്ട് അല്ലെങ്കിൽ നമ്മളെ സ്റ്റൊമക്കിന് ഇറിറ്റേറ്റ് ചെയ്യുന്ന കൂടുതൽ മസാല അടങ്ങിയിട്ടുള്ളത്, ജങ്ക് ഫുഡ്സ്, പാല്, അതുപോലത്തെ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇത് ട്രിഗർ ആവും. ഇത് ഓൾറെഡി നമ്മുടെ കുടൽ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ട് ഇരിക്കുന്ന ഒരു സമയമായിരിക്കും. അതിൻ്റെ കൂടെ ഈ എന്താണോ ആ സെൻസിറ്റിവിറ്റി കൂട്ടുന്നത്, ആ ഭക്ഷണം നമ്മൾ എടുക്കുമ്പോൾ ഈ ബുദ്ധിമുട്ടുകളൊക്കെ വല്ലാണ്ട് കൂടുകയും അവർക്ക് ഈ സിംറ്റംസ് വല്ലാണ്ട് കൂടുകയും ചെയ്യും. അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ, നമ്മൾ എക്സസൈസ് ഇല്ലായ്മ, സെഡൻറ്ററി ലൈഫ് സ്റ്റൈല്, പിന്നെ ഭക്ഷണം കഴിഞ്ഞിട്ട് 2 മണിക്കൂറിനുള്ളിൽ കിടന്നുറങ്ങുക. അതായത് നമ്മൾ ഭക്ഷണം കഴിച്ച് വയറിലേക്ക് എത്തി ആ വയറിൽ നിന്ന് കുടലിലേക്ക് അല്ലെങ്കിൽ ആമാശയത്തിലേക്ക് പോകുന്ന ഒരു ടൈമാണ് 2 മണിക്കൂർ എന്ന് പറയുന്നത്. അപ്പോൾ വയറിൽ നിന്ന് കംപ്ലീറ്റ്ലി എംപ്റ്റി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് കിടക്കാൻ പാടുള്ളൂ. അതിപ്പോൾ ഈ അസുഖം ഇല്ലെങ്കിൽ പോലും ശരിക്കും 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിഞ്ഞിട്ട് കിടക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ കിടന്നു കഴിഞ്ഞാൽ ഈ അസുഖം കൂടാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഡയറ്റും ലൈഫ് സ്റ്റൈലും കറക്റ്റായിട്ട്, പിന്നെ ഹാപ്പിനെസ്, നമുക്ക് എന്താണോ ഹാപ്പിനെസ് തരുന്നത് അത് കൂടുതലായിട്ട് ചെയ്യാൻ നോക്കുക. കാര്യം ഈ സ്ട്രെസ് ഒരു വലിയ ഫാക്ടറാണ്. ഈ
അസുഖത്തിനെ ട്രിഗർ ചെയ്യുന്ന ഒരു വലിയ ഫാക്ടറാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യാൻ നോക്കുക. മെഡിറ്റേഷൻസ്, യോഗ, അതുപോലത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ നോക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ അസുഖം കുറയുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ടും ഭേദമാകാൻ വേണ്ടിയിട്ട് മരുന്നിനോടൊപ്പം തന്നെ ഡയറ്റും ലൈഫ് സ്റ്റൈലും കറക്റ്റായിട്ട് ഫോളോ ചെയ്താലാണ് ഈ അസുഖം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഭേദമാക്കി എടുക്കാൻ പറ്റുള്ളൂ. എന്നാലും ചെറിയ ട്രിഗർ ഇടയ്ക്കൊക്കെ ഒന്നുണ്ടാവും. അതാണ് പറഞ്ഞത്, നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു കൊല്ലമെങ്കിലും ആ ഡയറ്റും ലൈഫ് സ്റ്റൈലും, ഇപ്പം മരുന്ന് നിർത്തിയാൽ പോലും ഡയറ്റും ലൈഫ് സ്റ്റൈലും അറ്റ്ലീസ്റ്റ് ഒരു കൊല്ലമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യാനാണ് ഞാൻ എൻ്റെ പേഷ്യൻസിനോട് പറയാറ്. അങ്ങനെയാണെങ്കിലാണ് അത് കംപ്ലീറ്റ് ആയിട്ട് മാറുള്ളൂ. അപ്പം അവർക്കൊരു കോൺഫിഡൻസ് വരും. നമുക്കൊരു 4 ദിവസം വയറ്റിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇളകിപ്പോയി, പിന്നെ 5-ാം ദിവസം നമുക്ക് പേടിയായിരിക്കും എവിടെയെങ്കിലും പോകണമെങ്കിൽ, അയ്യോ ഇത് ഇളകിപ്പോകും എന്നുള്ള തോന്നൽ കാരണം തന്നെ ആ വയറ് ഡിസോർഡർ ആവും. അപ്പൊ ആ ഒരു തോന്നൽ ഇല്ലാണ്ടിരിക്കണമെങ്കിൽ നമുക്ക് പറഞ്ഞു മാറ്റാൻ പറ്റില്ല. അപ്പൊ ഞാൻ നിത്യയ്ക്ക് ഒരു മരുന്ന് തരാണ്, മരുന്ന് എന്നിട്ട് ഞാൻ പറയാണ് ഈ മരുന്ന് കഴിക്കുമ്പോൾ ഒരിക്കലും പന്നീനെ പറ്റി ആലോചിക്കരുതെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ മരുന്ന് കഴിക്കുമ്പോൾ നിത്യയുടെ മനസ്സിൽ പന്നിയേ വരുള്ളൂ. മനസ്സിലായി? അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾ അവരോട് ഒരിക്കലും പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് നിങ്ങൾ ഈ മരുന്ന് കഴിക്കല, മരുന്നല്ല, അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ ഇതിനെപ്പറ്റി ആലോചിക്കണ്ട, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ടെന്ന് അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ടെൻഷൻ അടിക്കുക ചെയ്യും. ആ കോൺഫിഡൻസ് അവരിൽ കൊടുക്കണം. ആ കോൺഫിഡൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഡയറ്റും ലൈഫ് സ്റ്റൈലും മരുന്നും കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ സിംറ്റംസ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് ആ കോൺഫിഡൻസ് വരും. അതായത് സിംറ്റംസ് ഇപ്പോൾ 4-5 പ്രാവശ്യം വയറ്റിൽ നിന്ന് ഇളകി പോയിരുന്ന ആൾ ഒരു 10 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ നോർമൽ ബവൽ ഹാബിറ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ അവർക്ക് ഓട്ടോമാറ്റിക്കലി കോൺഫിഡൻസ് വരും. അപ്പോൾ ആ സിംറ്റംസ് പതുക്കെ കുറയുകയും ആൻസൈറ്റി സ്ട്രെസ് ലെവൽ കുറച്ച് കുറയുകയും അത് കാരണം തന്നെ അസുഖം കുറയുകയും കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കുകയും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് IBS-നെ പറ്റി പറയാനുള്ളത്. സാർ, നമ്മുടെ ഈ ട്രീറ്റ്വെൽ ഹോമിയോ മെഡിക്കൽ സെന്ററിൽ എന്തൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെന്റുകളാണ് നമ്മൾ ഹോമിയോ പരമായിട്ട് കൊടുക്കുന്നത്? ഏതൊക്കെ രോഗങ്ങൾക്കാണ് ചികിത്സകളുള്ളത്? നമുക്ക് ഹോമിയോപ്പതി കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന എല്ലാ രോഗത്തിനും ഉള്ള ട്രീറ്റ്മെന്റ് നമ്മുടെ ക്ലിനിക്കിൽ അവൈലബിൾ ആണ്. എന്നാൽ കൂടി നമ്മളിപ്പോൾ കുറച്ചും കൂടെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് IBS-ഉം അലർജിയും. ഈ 2 അസുഖങ്ങളാണ് നമ്മൾ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്, ഇപ്പം നിലവിൽ ചെയ്യുന്നത്. എന്നാലും നമ്മൾ എല്ലാ കേസുകളും, ഇപ്പോൾ സ്കിൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് അസുഖം ആയിക്കോട്ടെ, നമുക്ക് ഹോമിയോപ്പതി കൊണ്ട് അല്ലെങ്കിൽ ഹോമിയോപ്പതി മരുന്ന് കഴിച്ച് മാറ്റിയെടുക്കാൻ പറ്റുന്ന എല്ലാ അസുഖത്തിനും ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ്. എന്നിരുന്നാലും ഇപ്പോൾ IBS-ഉം അലർജിയാണ് നമ്മളിപ്പോൾ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമുക്ക് അതിന് സ്പെസിഫിക് ആയിട്ടുള്ള മെഡിസിൻസ് അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ എൻ്റെ അമ്മ ഹോമിയോ ഡോക്ടർ ആയിരുന്നു ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അമ്മയും ഇപ്പം നമ്മളാണെങ്കിലും നമ്മൾ വർഷങ്ങളായിട്ടുള്ള നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന്, നമ്മുടെ പേഷ്യൻ്റ് കേസ് സ്റ്റഡീസിൽ നിന്ന് ഡെവലപ്പ് ചെയ്തിട്ടുള്ള മെഡിസിൻ കോമ്പിനേഷൻ അല്ലെങ്കിൽ മെഡിക്കേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇപ്പം നിലവിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കുറച്ചും കൂടെ അലർജി, IBS എന്നുള്ള രോഗങ്ങൾക്കാണ് നമ്മൾ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഈ മെഡിസിൻസ് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാർ, എന്തായാലും താങ്ക് യു. കാരണം ഈ ഹോമിയോ മരുന്നുകൾ എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ ചോദിച്ച പോലെ തന്നെ എല്ലാവർക്കും ഉള്ള ഒരു സംശയങ്ങളാണ് ഇതൊക്കെ. ഫലമുണ്ടോ, ഏക്കോ, എത്ര നാൾ കഴിക്കണം? ഈ ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് പോലും ഹോമിയോപ്പതിയിൽ മരുന്നുകളുള്ളത് ഒരു മിക്ക ആളുകൾക്ക് പുതിയൊരു അറിവായിരിക്കും. കാരണം എല്ലാവരും ഇത് കേൾക്കുമ്പോൾ തന്നെ വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലോട്ടാണ് പോകുന്നത്. അപ്പം എന്തായാലും നമ്മുടെ ഹോമിയോപ്പതി ഇനിയും വളരട്ടെ, ഒരുപാട് അസുഖങ്ങൾക്ക് മരുന്നുകളായിട്ട് കണ്ടുപിടിക്കട്ടെ. എനിവേസ്, താങ്ക് യു സർ, താങ്ക് യു ഫോർ ഇൻഫർമേഷൻ. താങ്ക് യു.